സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, HDFC ബാങ്ക് ഉണ്ട്. ഇവിടെയെല്ലാം നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നമ്മൾ കൊണ്ടിട്ട് അവിടെ FD ഇടാറുണ്ട്, അല്ലെങ്കിൽ SBI അക്കൗണ്ടോ കറണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ഉണ്ട്. പക്ഷേ പല ആൾക്കാർക്കും അതിൻ്റെ ഒരു ഷെയർ വാങ്ങിക്കാൻ ഇപ്പോഴും മടിയാണ്. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ വിശ്വസിച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഷെയർ നമുക്ക് വാങ്ങിച്ചുകൂടാ? ചില ആൾക്കാർ പറയും BMW എനിക്ക് വാങ്ങണം സാറേ. അപ്പം മറ്റേ ആളൊരു ട്രേഡർ BMW വാങ്ങിച്ചില്ല. അപ്പം BMW വാങ്ങിച്ചാൽ അവൻ സ്ഥലം വിറ്റിലാക്കി വാങ്ങിച്ചത്. അവൻ പറയണമെന്നില്ല നിങ്ങൾ ട്രേഡിങ്ങിലാണ് പൈസ ഉണ്ടാക്കിയത്. എവറിത്തിങ് ഡ്രൈവ്സ് വിത്ത് വിഷൻ. ഇവിടെ അങ്ങനെയല്ല, എവറിത്തിങ് ഡ്രൈവ് വിത്ത് ഡ്രീമാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു FD ഇടുമ്പോൾ ഒരു കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മൾ ബാങ്ക് പൊട്ടി ഇന്ന് എത്ര റേറ്റ്, നാളെ എത്ര, നമ്മൾ ചോദിക്കാറില്ല. ഇവിടെ എന്താണ്, ഇന്ന് നമ്മളൊരു 1 ലക്ഷം ഇട്ടാൽ നാളെ തൊട്ട് നമ്മൾ ഇങ്ങനെ നോക്കും, ഓ എൻ്റെ വില കയറിയോ, അല്ലെങ്കിൽ ഇതിൻ്റെ എത്ര വന്നു. ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. കടം വാങ്ങിച്ചിട്ടോ ഗോൾഡ് കൊണ്ട് പ്രടിച്ച് വെച്ചിട്ടോ ലോൺ എടുത്തിട്ടോ ഒന്നും ഈ പറഞ്ഞ മാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിംഗ് വരാൻ പറ്റില്ല. കാരണം നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു മനുഷ്യനും ഒരു ട്രേഡിങ്ങിൽ സ്ട്രാറ്റജി ഇല്ല. ചിലർ പറയും സ്ട്രാറ്റജി ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് സെറ്റ് ഓഫ് കുറേ റൂൾസും സ്ട്രാറ്റജിയും ഉണ്ട്. പക്ഷേ എല്ലാ സ്ട്രാറ്റജിയും എല്ലാ മാർക്കറ്റിലും വർക്ക് ചെയ്യണമെന്നില്ല. ഇന്ന് ഒത്തിരി പേർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സെഷനുമായിട്ടാണ് ടേണിംഗ് പോയിന്റിൽ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തുന്നത്. ഒത്തിരി പേരുടെ സംശയമാണ് ട്രേഡാണോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ബെറ്റർ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അപ്പോൾ അതിലേക്ക് ആലിസ് ബ്ലൂവിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അനിൽകുമാർ സാറിനെയും അതുപോലെ തന്നെ ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ കോ ഫൗണ്ടറായിട്ടുള്ള വിഷ്ണു ഉപ്തനെയും ക്ഷണിക്കുന്നു. വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. ഹായ്, നമസ്കാരം. താങ്ക് യു. യെസ് സാർ, ഇപ്പോൾ വിഷ്ണു, നമുക്ക് ഒത്തിരി പേർക്കുള്ള സംശയമാണ് ട്രേഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ബെറ്റർ എന്നുള്ളത്. ആദ്യമേ തന്നെ അതിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ആലിസ് ബ്ലൂ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ സർവീസ് കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? താങ്ക് യു മിസ്റ്റർ സുജീഷ് ആൻഡ് ടേണിംഗ് പോയിന്റ് മലയാളം. കാരണം ഇങ്ങനത്തെ ചർച്ചകൾ വന്നാൽ മാത്രമേ, കാരണം പലപ്പോഴും അറിയാം ഇപ്പോഴത്തെ മാർക്കറ്റിൽ പലർക്കും ഒരു അവയർനെസ് ഇല്ല. പലർക്കും ഈ പറഞ്ഞ മാതിരി തന്നെ എന്താണ് ചെയ്യണം, ഈ പറഞ്ഞ മാതിരി നമ്മൾ കമ്മിങ് ഫസ്റ്റ് ക്വസ്റ്റൻ ട്രേഡിംഗ് ആണോ അതോ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഐഡിയ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെയുള്ള ചർച്ചകൾ വന്നാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടും പബ്ലിക്കിന് ഇതിനെക്കുറിച്ച് ഇവിടെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, വെൽ റെഗുലേറ്റുള്ള മെക്കാനിസം. പക്ഷേ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്തതാണ് വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ആൻഡ് ആൾസോ ലൈക്ക് ആലിസ് ബ്ലൂ പറയുന്നത് നമ്മളൊരു സെബി രജിസ്റ്റർ ആയിട്ടുള്ള NSE BSE അതുപോലെ തന്നെ MCXലുള്ള മെമ്പർഷിപ്പ് ഒരു ബ്രോക്കിംഗ് ഫേമാണ്. നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂരാണ്. നമുക്കൊരു റീജിയണൽ ഓഫീസ് ഇവിടെ കലൂർ വരുന്നുണ്ട്. മിസ്റ്റർ സിദ്ധവേലമാണ് അതിൻ്റെ ഫൗണ്ടർ വരുന്നത്. മിസ്റ്റർ രാജേഷാണ് വൺ ഓഫ് ദി ഡയറക്ടർ വരുന്നത്. ഞാൻ വൈസ് പ്രസിഡന്റ് ഹെഡ് ഓഫ് കമ്മോഡിറ്റീസ് ആലിസ് ബ്ലൂ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞ മാതിരി ട്രഡീഷണലും ആസ് വെൽ ആസ് ഒരു ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ആണ് നമ്മൾ ആലിസ് ബ്ലൂ കൊടുക്കുന്നത്. ഫുൾ ടൈം സപ്പോർട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ തന്നെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ് ടു അഡ്വാൻസ് ലെവൽ നമ്മൾ ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാതിരി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കോഴ്സുകളൊക്കെ നമ്മൾ അബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രേഡാണോ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ബെറ്റർ? അത് ആക്ച്വലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പേഴ്സൺ എന്ന് ഞാൻ പറയുള്ളൂ. ഫസ്റ്റ് ആദ്യം നമ്മൾ വരുന്നത് നമുക്ക് ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പഠിക്കാം. ഞാൻ പറയുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പല ബാങ്കിങ് സെക്ടേഴ്സ് നമുക്കറിയാം, ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിന് ഞാൻ പേര് പറയുന്നില്ല, 2-3 ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, അതുപോലെ തന്നെ HDFC ബാങ്ക് ഉണ്ട്. ഇവിടെയെല്ലാം നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നമ്മൾ കൊണ്ടിട്ട് അവിടെ FD ഇടാറുണ്ട്, അല്ലെങ്കിൽ SBI അക്കൗണ്ടോ കറണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ഉണ്ട്. പക്ഷേ പല ആൾക്കാർക്കും അതിൻ്റെ ഒരു ഷെയർ വാങ്ങിക്കാൻ ഇപ്പോഴും മടിയാണ്. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ വിശ്വസിച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഷെയർ നമുക്ക് വാങ്ങിച്ചുകൂടാ? അതിപ്പോഴും പലപ്പോഴും പല ആൾക്കാർക്കും മടിയാണ്. പക്ഷേ ആ രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെക്കാനിസം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ട് സെപ്പറേറ്റ് മെക്കാനിസമാണ്. സോ അത് ആദ്യം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യട്ടെ. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ പറഞ്ഞ മാതിരി എനിക്കത് കപ്പാസിറ്റി ഉണ്ടോ, ഞാൻ ഒരാളെ കുറച്ച് പറയല, അതൊരു ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു നമുക്കൊരു മൈൻഡ് സെറ്റ് വേണം. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അറിയാം, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ എന്താണ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. പലപ്പോഴും സോഷ്യൽ മീഡിയ പലപ്പോഴും ദുരുപയോഗം ചെയ്യാറുണ്ട്. കാരണം ഇന്ന് 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ 2 ലക്ഷം കിട്ടും. പക്ഷേ നമ്മൾ അതിൻ്റെ ലോജിക്ക് ആലോചിച്ച് നോക്കണം. കാരണം നമുക്ക് അറിയാത്തൊരു കമ്പനി അല്ലെങ്കിൽ അറിയത്തൊരു നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഒന്നും അറിയാത്ത ആൾക്കാർക്ക് എന്ത് ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പഠിക്കട്ടെ. കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനം. ഇപ്പോൾ നമ്മൾ രാവിലെ ഇട്ടിട്ട് ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ കോഫി കുടിക്കുന്നു. ടാറ്റ കോഫി എന്നുള്ള പ്രോഡക്റ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ തന്നെ പെട്രോൾ അടിക്കാത്ത ആൾക്കാർ ആരുമില്ല. ഡീസൽ പെട്രോളിയം കമ്പനി സ്റ്റോക്സ് ഉണ്ട്. മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ലൂപ്പിൻ പല മരുന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ പഠിക്കാൻ പറ്റും. സോ അതിനുശേഷം എന്താ പറഞ്ഞാൽ ഈ ട്രേഡിംഗ് കാര്യങ്ങൾ നമുക്ക് പോവാം. അതായിരിക്കും കുറച്ചൊരു സജഷൻ എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. വിഷ്ണു, ശരിക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്ക് എന്താണ്? ഗ്രേറ്റ് ഈഗിൾ ടെക്ക് ഞങ്ങളൊരു പ്രൊപ്പറേറ്ററി ഡെസ്ക് ട്രേഡിംഗ് ഒരു വേയിൽ അപ്രോച്ച് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. കുറച്ച് ട്രേഡേഴ്സ് ഉണ്ട്. നമ്മൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ വേ അല്ലെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ ഒക്കെ ഒരു ട്രേഡിംഗ് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി, വൈൽഡ് ഡോഗ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത്. ആ രീതിയിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരുമിച്ചിരുന്ന് നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡ് ചെയ്യാൻ പോകുന്നു. ആ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു മെക്കാനിസത്തിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. NSE തന്നെ F&O ഡെറിവേറ്റീവ്സിലും MCXൻ്റെ ഡെറിവേറ്റീവ്സിലും മാത്രം നമ്മളിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. വിഷ്ണുവിൻ്റെ അഭിപ്രായത്തിൽ ട്രേഡാണോ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ബെറ്റർ? അപ്പോൾ അത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയാം 5 ആയിട്ട് എനിക്കത് ഡിഫർ ചെയ്യേണ്ടി വരും. കാരണം ഞാൻ ആസ് എ ട്രേഡർ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് മൈ മെജോറിറ്റി വെൽത്ത് ക്രിയേറ്റഡ് ത്രൂ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും തെറ്റെന്ന് ഞാൻ പറയില്ല.
ഇൻവെസ്റ്റ്മെൻറ്റ്സ് ക്രിയേറ്റ്സ് വെൽത്ത്, ട്രേഡ് ക്രിയേറ്റ്സ് എന്താണ് പാഷൻ എന്നാണ് ഞാൻ പറയുന്ന വാക്ക്. ഓക്കെ ഓക്കെ. സോ ട്രേഡിങ് എനിക്കൊരു പാഷനാണ്. സോ ട്രേഡിംഗ് എന്ന് ഞാൻ പറയുമ്പം ഞാനും ഒരു ഇൻവെസ്റ്ററായിട്ട് തുടങ്ങി ട്രേഡിൽ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസിലാണ്. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ട്രേഡ് എന്ന് ആദ്യം പറയുള്ളൂ. പക്ഷേ ഒരു അനിൽ സാർ പറഞ്ഞ പോലെ ഒരു 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 ബിഗിനർ ഇഫ് യു കം ടു ദ മാർക്കറ്റ് സ്റ്റാർട്ട് ഒരു SIP അല്ലെങ്കിൽ ഷെയർ വാങ്ങിച്ച് അതിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻസ് അറിയണം, ആ വോളറ്റിലിറ്റിയെ ഗ്രാബ് ചെയ്യാൻ പഠിക്കണം. അത് ചെയ്താൽ മാത്രമേ ട്രേഡിങ്ങിൽ അതിനെ പറ്റുള്ളൂ. ട്രേഡിംഗ് ഇസ് എ ഡിഫറെൻറ്റ് കപ്പ് ഓഫ് ടീ ആണ്. അവിടെ സ്മൂത്ത് സീ ആണെങ്കിൽ ഇവിടെ ഇത് അറ്റ്ലാന്റിക് ഓഷനാണ്, നമ്മൾ താങ്ങി മുകളിലൊക്കെ പോയി നിൽക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഡിഫറൻസ് ഉണ്ട്. ട്രേഡിംഗ് ഇസ് എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സോ അതിൻ്റെ ഒരു നേച്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യു ഫസ്റ്റ് കം ത്രൂ ഇൻവെസ്റ്റ്. ട്രേഡിങ്ങിലൂടെ ഒത്തിരി പേര് കാശ് കളയുന്നുണ്ട്. ഇപ്പോൾ കണക്കുകൾ പ്രകാരം നോക്കണമെങ്കിൽ ഏകദേശം ഒരു 90% പണം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരേ ഉള്ളൂ. ശരിക്കും എവിടെയാണ് ഇവർക്ക് തെറ്റ് പറ്റുന്നത്? കാരണം ഇതൊരു ലാക്ക് ഓഫ് അവയർനെസ് എന്ന് പറയാം. ഈ സോഷ്യൽ മീഡിയയിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇവരെല്ലാവരും പെട്ടെന്ന് കാശ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ പുതിയ BMW എടുത്തു, കാരണം ആ ഒരു എക്സ്പോഷർ നോക്കും. പക്ഷേ ഇതിൻ്റെ റിയൽ പെയിൻ സെപ്പറേറ്റ് വരുന്നുണ്ട്. പക്ഷേ നമുക്കറിയുമ്പോൾ എത്രയോ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, വളരെ നല്ല രീതിയിൽ തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. കാരണം വാരൻ ബഫറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് ലോകത്ത് പൊട്ടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് കാരണം കുറേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വെൽത്ത് ഉണ്ടാക്കുന്ന ആൾക്കാർ. പക്ഷേ ഇവർ ഷോർട്ട് ടൈം ആയിട്ട് പൈസ, അതായത് ഇന്നൊരു ചെറിയ എമൗണ്ട് ഇട്ടു, പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു FD ഇടുമ്പോൾ ഒരു കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മൾ ബാങ്ക് പൊട്ടി ഇന്ന് എത്ര റേറ്റ്, നാളെ എത്ര, നമ്മൾ ചോദിക്കാറില്ല. ഇവിടെ എന്താണ്, ഇന്ന് നമ്മളൊരു 1 ലക്ഷം ഇട്ടാൽ നാളെ തൊട്ട് നമ്മൾ ഇങ്ങനെ നോക്കും, എൻ്റെ വില കയറിയോ അല്ലെങ്കിൽ ഇതിൻ്റെ എത്ര വന്നു. ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. സോ ഈ പറഞ്ഞ മരത്തിൽ നമുക്ക് അവബോധം ആദ്യം വേണം. ആദ്യം നമുക്ക് നോക്കണം എൻ്റെ ആദ്യം എത്ര പൈസയുണ്ട്. പിന്നെ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ മാതിരി കടം വാങ്ങിച്ചിട്ടോ ഗോൾഡ് കൊണ്ട് പ്രെഡ്ജ് വെച്ചിട്ടോ ലോൺ എടുത്തിട്ടോ ഒന്നും ഈ പറഞ്ഞ മാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിംഗ് വരാൻ പറ്റില്ല. കാരണം നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്ക് ആദ്യം വേണ്ടത് ഈ പറഞ്ഞ മാതിരി നമുക്കൊരു എമർജൻസി ഫണ്ട് നമ്മൾ ആദ്യം കീപ്പ് ചെയ്യുക. എപ്പോഴും ഞാൻ പറഞ്ഞ മാതിരി എമർജൻസി ഫണ്ട് നമ്മൾ കീപ്പ് ചെയ്യുക. കാരണം ഞാൻ ഒരു എറണാകുളത്ത് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു കേരളത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ആദ്യം എനിക്ക് വീടിൻ്റെ വാടക അല്ലെങ്കിൽ മക്കളുടെ ഫീസിൻ്റെ നമുക്ക് ആ ഒരു ഫണ്ട് നമ്മൾ ആദ്യം കീപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ തന്നെ ഒരു ഇൻഷുറൻസ്, ഫാമിലി ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഒരു ടേം ഇൻഷുറൻസ് നമ്മൾ എടുത്ത് വയ്ക്കാം. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ട്രേഡിംഗ് കൺസെപ്റ്റിലേക്ക് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. കാരണം നമുക്കറിയാമല്ലോ, എനിക്കൊരു നിശ്ചയ സാലറി ഉണ്ട്, പെട്ടെന്ന് എനിക്കെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമ്മൾ പാനിക്കാവും. അപ്പോൾ ആ പൈസ തിരിച്ചെന്തെങ്കിലും ഇതിൽ കൊണ്ടുവന്ന് നാളെ 10 രൂപ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചൊരു തെറ്റായ ധാരണയാണ്. റീസെൻ്റ്ലി ഞാൻ പറയാം, അപ്പോൾ നമുക്കറിയാം എല്ലാ മാസവും ജൂണിൽ സ്കൂൾ തുറക്കും, ശരിയല്ലേ? നമ്മളെന്താ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമുക്ക് കൊട വടി ഈ പറഞ്ഞ എല്ലാത്തിനും നമ്മൾ വേണ്ടി. പക്ഷേ നമുക്കറിയാം അടുത്ത ജൂണിലും സ്കൂൾ തുറക്കും. പക്ഷേ അതിന് മുമ്പ് തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഇത്ര എക്സ്പെൻസ് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യാം, അറ്റ്ലീസ്റ്റ് ഒരു 5,000 റുപ്പീസ് SIP അല്ലെങ്കിൽ 100 രൂപ മുതൽ SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് അടുത്ത കൊല്ലമാകുമ്പോഴേക്ക് എന്താണ് എൻ്റെ മോളുടെ സ്കൂൾ ഫീസ് ഉണ്ട്, എനിക്ക് ഇത്രയും ഒരു സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിക്കാം. അത് നമുക്കിപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഞാനൊരു എക്സാമ്പിളോട് സ്കൂളിൽ പറഞ്ഞു, ഇതേമാതിരി തന്നെ എനിക്കൊരു 2 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കൊരു വണ്ടി വാങ്ങണം. ലളിതം നമുക്ക് കിട്ടുന്ന സാലറി ഇപ്പം തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ചെയ്ത് ഈ പറഞ്ഞ മരത്തിന് നമുക്ക് ഈ പറഞ്ഞ നഷ്ടസാധ്യത കുറയ്ക്കാൻ പറ്റും. പക്ഷേ അനാവശ്യമായിട്ട് ഈ പറഞ്ഞ മരത്തിന് എന്താണ് കൂടുതൽ പിന്നെ പ്രത്യേകിച്ച് അറിയാൻ പറ്റും, 10 കിട്ടിയാൽ 100 കിട്ടണം, 100 കിട്ടിയാൽ 500 കിട്ടുന്ന കൺസെപ്റ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് ആദ്യം നോക്കാം എനിക്ക് എത്ര റിസ്ക് എടുക്കാൻ പറ്റും, എനിക്ക് എത്ര പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എത്ര ലോസ്, അത് നമുക്ക് നേരത്തെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതറിയാതെ ബ്ലൈൻഡായിട്ട് പിന്നെ എന്താണ് പലപ്പോഴും നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കുന്നില്ല. പലപ്പോഴും തെറ്റായ അഡ്വൈസ് നമുക്ക് വരും, നീ ഇത് വാങ്ങിച്ചു അല്ലെങ്കിൽ ഇത് വിറ്റു. പക്ഷേ അതിന് മുമ്പ് എന്താണ്, ഇത് എൻ്റെ പൈസയാണ്, അതിന് മുമ്പ് ഞാനിത് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു കോളേജ് കുട്ടി ഡിഗ്രി പഠിക്കണമെങ്കിൽ 3 കൊല്ലം പഠിക്കണം, ഒരു ഡോക്ടർ എടുക്കണമെങ്കിൽ തന്നെ 5 കൊല്ലം പഠിക്കണം. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താണ്, ഞാനാണ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കൊണ്ട് നമ്മൾ പൈസ കൊണ്ടിട്ട് അറിയാത്ത സാധനം കൊണ്ട് ചേടുമ്പോഴാണ് ഈ പറഞ്ഞ് ലോസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ വരുന്നത്. പക്ഷേ കറക്റ്റായിട്ട് ഒരു ദിവസം നമ്മൾ മിനിമം ഒരു മണിക്കൂർ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഇതിനെക്കുറിച്ച് എന്താ നടക്കണം നമുക്ക് അറിയുള്ളൂ. എന്നാൽ മാത്രമേ, കാരണം ഇതിനൊരു ബിസിനസ്സായിട്ട് കാണുന്നേ പറയുള്ളൂ. പലപ്പോഴും വിഷ്ണു പറയുന്നത് ഇതൊരു ബിസിനസ്സായിട്ട് കാണണം, അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ എന്തോ വേണ്ടി ആർക്കോ വേണ്ടി ചെയ്തിട്ട് നമ്മൾ അപ്പോഴാണ് ഈ ലോസ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. പക്ഷേ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്താൽ റിയൽ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എബോ ബാങ്ക് FD-നെക്കാട്ടിലും നമുക്കൊരു 12 to 15% ആവറേജ് നമുക്കൊരു റിട്ടേൺ നമുക്കൊരു ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ട്രേഡിംഗ് മോസ്റ്റ്ലി അതിനേക്കാളും കിട്ടും. പക്ഷേ എബോ 10 to 15% നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാൽ തന്നെ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വിഷ്ണുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ അണ്ടറിൽ ഒത്തിരി പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഇത്രയും പേരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇവരുടെ തെറ്റുകുറ്റങ്ങൾ, ഇവരുടെ തെറ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? യൂഷ്വലി എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം ഗ്രീഡ് എന്നാണ്. എന്ത് കാര്യം ഇപ്പം എനിക്ക് വരുന്ന കോൾസ് ആയാലും എൻ്റെ കൂടെ വരുന്നവരായാലും ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇത്ര രൂപ പോയി. മെജോറിറ്റി ആൾക്കാർ എന്നെ സമീപിക്കുന്ന ലോസ് ആയവരാണ്, എവിടെയോ വീഴുന്ന് പൈസ ലോസ് ആയിട്ട് വന്നവരാണ്. സോ അവരുടെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പറഞ്ഞാൽ ലോസ് വന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് നിങ്ങൾ ഉള്ള പൈസയെ കൊണ്ട് ലോസ് ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും പഠിക്കാൻ കാണില്ല. അപ്പം ഞാൻ വരുന്ന മെജോറിറ്റി ആൾക്കാരും ഒരു ഗ്രീഡാണ് ഫസ്റ്റ് അവരെ ഡ്രൈവ് ചെയ്യണത്.
നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ വീഴുന്നു. ഇവർ നോക്കുന്ന നിഫ്റ്റി ഇപ്പം അല്ല 200 പോയിന്റ് 300 പോയിന്റ് ഇറങ്ങി, എനിക്ക് ആ 300 പോയിന്റും ക്യാച്ച് ചെയ്യണം. അതാണ് അവരുടെ മൈൻഡിൽ വരുന്ന കാര്യം. അവർ ചിന്തിക്കുന്നില്ല അൽസർ പറഞ്ഞത് ഇതെനിക്കൊരു ബിസിനസ്സാണ്. ഞാനിപ്പം 300 രൂപ ഒരു മൊത്തം കച്ചവടം മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കുന്ന അതിൽ 30 രൂപ എനിക്ക് കിട്ടിയാൽ മതി. ബാക്കി എല്ലാവരും പാർട്ട് ഡിവൈഡ് ചെയ്ത് കച്ചവടം പോട്ടെ. അല്ലാതെ 300 രൂപ എൻ്റെ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടൂല. ചിലപ്പോൾ കച്ചവടം നടക്കൂല, ഒന്നും കിട്ടേയില്ല. സോ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എവരി മൂവി സ്കാച്ചബിൾ എന്നാണ്. അത് തെറ്റാണ്. പിന്നെ ഗ്രീഡാണ് ഡ്രൈവ് ചെയ്യണത് അവരുടെ. ഒരു കാര്യം ചിലർ പറയും തെറ്റാണെന്ന് പറയും. പക്ഷേ ഞാൻ പറയും വൺസ് യു ഫെൽ ഇൻ ടു ദ ക്ലൗഡ് ഓൺലി ദെൻ യു ക്യാൻ റീ ബാക്ക് എന്ന് പറയും. വീഴണം അവിടെ, അല്ലാതെ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല. ഞാനും വീഴുന്നത് കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ലോസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ചില ആൾക്കാർ പറയും BMW എനിക്ക് വാങ്ങണം സാറേ. ഇപ്പം മറ്റേ ഒരു ട്രേഡർ BMW വാങ്ങിച്ചില്ല. അപ്പം BMW വാങ്ങിച്ചാൽ അവൻ സ്ഥലം വിറ്റിലാക്കി വാങ്ങിച്ചത്. അവൻ പറയണമെന്നില്ല നിങ്ങൾ ട്രേഡിങ്ങിലാണ് പൈസ ഉണ്ടാക്കിയത്. എവറിത്തിങ് ഡ്രൈവ്സ് വിത്ത് വിഷൻ. ഇവിടെ അങ്ങനെയല്ല, എവറിത്തിങ് ഡ്രൈവ് വിത്ത് ഡ്രീമാണ്. അങ്ങനെ വ്യത്യാസം. ഡ്രീമും വിഷനും കൂടെ ക്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആൾവേസ് ഡ്രീം 100 എണ്ണം കണ്ടാൽ 99 നടക്കുമെന്നില്ല, ചിലപ്പോൾ 100 നടക്കണമെന്നില്ല. ആൾക്കാർ ട്രേഡിങ്ങിന് അങ്ങനെയാണ്, ഡ്രീമായിട്ട് കമ്പയർ ചെയ്ത് പോകുന്നുണ്ട്. വിഷൻ വെച്ചാൽ സനിൽജി പറഞ്ഞല്ല, ഇപ്പോൾ ഒരു വർഷമൊക്കെ നല്ല രീതിയിൽ ഒരു ഇപ്പം പല പ്രോപ്പ് ഡെസ്കുകളും, ഇപ്പം ജെയിൻ സ്ട്രീറ്റ് ആയിട്ട് അങ്ങനെയുള്ള പല പ്രോപ്പ് ഡെസ്കുകളും അവർക്കൊരു വർഷം 36-40% അവരുടെ ടാർഗറ്റ്. അതിൽ കൂടുതൽ കിട്ടുന്നത് അവരുടെ കഴിവാണ്. ബട്ട് ദേ ടാർഗറ്റ് ഈസ് ദിസ് മച്ച് ഉള്ളി. അങ്ങനെ അവർ അത് എല്ലാ പ്രോപ്സ് ആയാലും വലിയ വലിയ ഹെവി ട്രേഡായിട്ട് അവർ ഒരിക്കലും 50% 100% ഉണ്ടാക്കുന്നില്ല. ലെറ്റ് ദം ഡ്രൈവ് ദ വിഷൻ വിത്ത് എ മിനിമൽ സെറ്റപ്പ്. അങ്ങനെയാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. ആൾക്കാർ പറ്റുന്നത് അങ്ങനെയാണ്, വിഷൻ അല്ല, പകരം ഡ്രീമോട് കൂടിയാണ് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. സാർ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പേർക്ക് നഷ്ടം സംഭവിക്കുന്ന ഒരു മേഖലയാണത്. അപ്പോൾ ഈ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ആലിസ് ബ്ലൂ എത്രമാത്രം അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ആലിസ് ബ്ലൂ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഇപ്പോൾ ആലിസ് ബ്ലൂ റീസെൻ്റ്ലി നമ്മളൊരു ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത് ട്രേഡ് സ്കൂൾ എന്നൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ട്രേഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് ആൾക്കാർക്ക് സൗജന്യമായി വന്നിരുന്നിട്ട് ട്രേഡിംഗ് ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാം. അതേമാതിരി നമ്മുടെ പാർട്ട്നേഴ്സിനും അവർക്ക് വന്നിട്ട് അവിടെ ഫ്രീ ആയിട്ട് എല്ലാം നമുക്ക് പ്രൊജക്ടർ LCD അത്യാവശ്യം വന്നിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം പഠിക്കാനുള്ള ഒരു ട്രേഡ് സ്കൂൾ ഇനിഷ്യേറ്റീവ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, നമ്മൾ പലപ്പോഴും ഞാനെപ്പോഴും ഒരു കൂടുതൽ അവയർനെസ് പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് എന്താണ് ബേസിക് സാധനങ്ങൾ, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുക, അവിടെ നമുക്ക് എന്താണ് ഒരു നോളജ് കിട്ടി, പിന്നെ ആ സ്കെയിൽ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. സോ ആ രീതിയിൽ ആലിസ് ബ്ലൂ നല്ല രീതിയിൽ എല്ലാ ട്രേഡേഴ്സിനും എല്ലാ റീജിയനിലും പാൻ റീജിയനും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഈ പറഞ്ഞ നമ്മൾ കൂടുതൽ അവയർനെസ് പ്രോഗ്രാംസ് ഈ പറഞ്ഞ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ഈ പറഞ്ഞ തന്നെ മന്ത്ലി 2-3 അവയർനെസ് പ്രോഗ്രാം നമ്മൾ ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിന്, കാരണം അവർക്ക് വരട്ടെ നമ്മൾ പൈസ ഒന്നും വാങ്ങിക്കാറില്ല, ഫ്രീ ആയി അവർക്ക് വന്നിട്ടൊരു ബേസിക് ആദ്യം പറഞ്ഞു കൊടുക്കുക. അവരുടെ അതിനുശേഷം നമ്മൾ എന്താണ് വീക്ക്ലി വെബിനാർ എടുത്ത് കൊടുക്കുന്നുണ്ട്. സോ ബേസിക് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റും അതേമാതിരി തന്നെ കമ്മോട്ടി മാർക്കറ്റിനെ കുറിച്ചും നമുക്കറിയാൻ പറ്റും. കമ്മോട്ടി മാർക്കറ്റ് വരെ ഒരു അനന്തമായ സാധ്യതയാണ് നമുക്ക് ഉള്ളത്. പല ആൾക്കാർക്ക് ഇപ്പോൾ അവർ നോക്കി തുടങ്ങിയിട്ടുള്ളൂ. സോ ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ മാതിരി തന്നെ എന്താണ് കിട്ടി മാർക്കറ്റ്, അല്ലെങ്കിൽ എന്താണ് ട്രേഡിംഗ്, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനെക്കുറിച്ചെല്ലാം ഫ്രീ ആയിട്ട് ക്ലാസ്സുകളും ഈ പറഞ്ഞ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് നമ്മൾ ട്രേഡേഴ്സ് കോൺക്ലേവ് കണ്ടക്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ വിഷ്ണുവിൻ്റെ ഒരു സെഷനിൽ വിഷ്ണു പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഇന്ന ടൈമിൽ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ അത് വളരെ കുറേ പേർക്ക് ഭയങ്കരമായിട്ട് അത് ക്ലിക്ക് ചെയ്തൊരു സംഭവമാണ്. ശരിക്കും അത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഞാൻ 2006 ജോലിക്ക് കയറുന്ന സമയത്തൊക്കെ അന്ന് ഒരു ചെറിയൊരു കൺസെപ്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഫോറിനേഴ്സ് വരുന്ന സമയം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 1 മണിക്കെന്നാണ്. അതായത് ഈ ലണ്ടൻ മാർക്കറ്റിനെ ക്ലബ് ചെയ്ത് പറയും. കാരണം അത് അവരുടെ തെറ്റായ ധാരണയാണ്. അല്ലാതെ മീൻസ് അതൊരു കുറ്റമല്ല, ബട്ട് തെറ്റായ ആരോ പറഞ്ഞു, അതിനെങ്ങനെ പഴമൊഴി പോലെ പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു സിസ്റ്റം അങ്ങനെയല്ല. അപ്പോൾ അവർ പലരും എന്ന് വെച്ചാൽ കാലത്ത് ട്രേഡ് ചെയ്യില്ല. ചിലർ കാലത്ത് വന്നിട്ട് പറയും ഇനി ഉച്ചയ്ക്ക് ഒന്ന് ട്രേഡ് ചെയ്യാം. അങ്ങനെ രീതിയിൽ അവർ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇടയ്ക്കുള്ള ഈ മൂവ്മെൻറ്റ് വരുമ്പോൾ അവർക്ക് മിസ്സാകുന്നുണ്ട്. സോ ആസ് എ ട്രേഡർ ഞാൻ പ്രൊപ്പറേറ്റ് ഡെസ്കിൽ വർക്ക് ചെയ്ത സമയത്തുള്ള ആ ഒരു ട്രേഡിങ്ങിൻ്റെ കൾച്ചർ സിസ്റ്റം വെച്ചിട്ടാണ് ഞാൻ അതിനെ ആ സാധനം ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് വരുന്ന കോമൺ മിസ്റ്റേക്കുകൾ യൂഷ്വലി എപ്പോഴും ഓർത്തോളൂ. ആദ്യത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു 9:15 9:30 വരെ ആൾക്കാരെ തള്ളിച്ചാണ്, ഇടിച്ച് നിന്ന് ക്യൂ നിന്ന് എനിക്ക് കയറി വാങ്ങണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നൊരു ന്യൂസ് കണ്ടു, ടെഹ്റാൻ ആക്രമണം തുടങ്ങിയെന്ന് പറയുന്നു ട്രംപ്. തിങ്കളാഴ്ച കാലത്ത് വന്നു പറഞ്ഞാൽ കണ്ട റേറ്റിന് മാർക്കറ്റ് വിൽക്കുകയാണ്. അതൊക്കെ ചിന്തിക്കുന്നത്. ഇപ്പോൾ അന്ന് വേറെ T2 ട്രംപ് പറഞ്ഞായിരിക്കും ഞങ്ങൾ ബൈ ആയെന്ന് പറയാണ്. പക്ഷേ ആ T2 നോക്കാതെ ആൾക്കാർ വന്നതാണ് മോർണിംഗിൽ അങ്ങ് ആ രീതിക്ക് വിൽക്കുക. അപ്പം ഇവർക്ക് ഈ സമയത്തിനെ ഒന്ന് ക്ലബ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ട്രേഡിങ്ങിൽ എൻ്റെ കൂടെ ഉള്ള ഇരിക്കുന്നതൊക്കെ ഞാൻ ഈ സമയം അനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പഠിപ്പിക്കുക. അപ്പം കുറച്ച് വെച്ചാൽ ട്രേഡ് കുറയും. ട്രേഡ് കുറച്ച് നല്ലതാണ്. അപ്പോൾ അവർക്കത് പ്രോഫിറ്റബിലിറ്റി. സുജീഷി പറഞ്ഞ പോലെ അന്ന് അതിനുശേഷം 3-4 പേര് വിളിച്ച് പറഞ്ഞ് എനിക്ക് ആ സമയം ട്രേഡ് ചെയ്യാൻ പ്രോഫിറ്റ് കിട്ടി. ഞാൻ അതിനെ കണ്ടിന്യൂ ചെയ്യുക. സോ നമുക്കൊരു ട്രേഡിനെ ഹാബിറ്റ് ആക്കുക. 6 months പിടിക്കും. ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ അത് ട്രേഡിംഗ് അല്ല,
നമ്മൾ കാലത്തെ വരുന്നു, ഓഫീസ് തുറക്കുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു. ദാറ്റ്സ് ബിസിനസ്. പ്യൂർലി ഇറ്റ് വിൽ ബിക്കം ബിസിനസ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമയം അനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പഠിച്ചാൽ സമയം നമുക്ക് പ്രോഫിറ്റ് തരും, ആണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഏതൊരു സമയത്താണ് കൂടുതൽ പ്രോഫിറ്റ് എടുക്കണേ? ഞാൻ മോർണിംഗിൽ ഞാൻ അത് ഫസ്റ്റ് ഇപ്പോൾ 15 മിനിറ്റ്സ് എനിക്കൊരു ട്രേഡും കാണില്ല, ജസ്റ്റ് വാച്ച് ചെയ്യാറുള്ളൂ. റീസെൻ്റായിട്ട് ഞാൻ നടത്തിയ ഒരു ചെറിയ സൈക്കോളജിസ്റ്റ് നടത്തി. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞതാണ് വൈ മെജോറിറ്റി ഫെയിൽസ് ആൻഡ് മൈനോറിറ്റി വിൻസ് എന്നൊരു വാക്കുണ്ട്. ട്രേഡിങ്ങിൽ ഇപ്പം 90-ൽ മെജോറിറ്റിയാണ് ഫെയിലാണ്, മൈനോറിറ്റിന് വളരെ 10% ആൾക്കാർ, 10 ഇപ്പോഴത്തെ സെബി റിപ്പോർട്ട് പ്രകാരം 7-8% പേര് മാത്രമേ പ്രോഫിറ്റബിൾ ആയുള്ളൂ. അതായത് +0 to പ്രോഫിറ്റബിൾ. സോ അതിൽ എങ്ങനെയാണ് മൈനോറിറ്റി വിൻ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ മിസ്റ്റേക്കിനെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ആൾക്കാർ നടത്തുന്ന മിസ്റ്റേക്കുകൾ ഈ സമയം, കാലത്തെ വന്ന് 15 മിനിറ്റ് വാച്ച് ചെയ്യുക, ആ സമയത്ത് അവോയ്ഡ് ചെയ്യുക, അതിന് ആ ഒരു സിസ്റ്റം. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് മുകളിൽ പോകുന്നു, ദാറ്റ് വിൽ ഗീവ് എ ഗുഡ് മൂവ്. ഇല്ലാതെ ആദ്യമേ വന്ന് കടയും തുറന്ന് വെച്ച് കച്ചവടം നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സോ അതേപോലെ എനിക്ക് യൂഷ്വലി വരുന്ന സമയം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് കിട്ടും, പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും. എല്ലാവരും പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പോസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അങ്ങനെ ആ ഒരു 1:15-1:45 ടൈം, അങ്ങനെയൊക്കെ ടൈമുണ്ട് എനിക്ക്. ടൈം വെച്ചുണ്ട് നമ്മൾ ജെ പീരീഡ്, മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർക്ക് അറിയാം, ജെ പീരീഡ്, സി പീരീഡ്, അങ്ങനെ കുറേ പീരീഡ് ഉണ്ട്. ആ സമയത്തൊക്കെ ഞാൻ പ്രോഫിറ്റബിൾ ആയിരിക്കും, ട്രേഡ് എടുക്കും, വെയിറ്റ് ചെയ്യും. ആ മിസ്റ്റേക്കിനെ ഞാൻ മറ്റുള്ളവരുടെ മിസ്റ്റേക്കിനെ എൻ്റെ ഒരു പ്രോഫിറ്റബിൾ ആക്കി ഞാൻ മാറ്റാൻ ശ്രമിക്കും. ചിലപ്പോൾ ലോസ് വരും, ദാറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം. സാർ, ഇപ്പോൾ ഒത്തിരി സ്കാം നടക്കുന്നൊരു മേഖലയാണിത്. ഇപ്പോൾ കൂടുതലിപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ ഇത് ഗ്രീഡിയാണ് കൂടുതൽ സ്കാമിലേക്ക് എത്തിക്കുന്നത്, പലരുടെയും പെട്ടെന്ന് കാശ് സമ്പാദിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. അത് കൂടാതെ എന്തൊക്കെ തെറ്റുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സ്കാമിലേക്ക് ആൾക്കാരെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത്? കോമൺ മിസ്റ്റേക്ക് ഇതാണ്. കാരണം പലപ്പോഴും ഫസ്റ്റ് ഒന്ന് ഗ്രീഡി ലെവൽ വരും. പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് ആദ്യം എനിക്ക് എന്ത് വേണം, നമ്മുടെ ഈ പറഞ്ഞ മാതിരി ഒരു വിഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി എനിക്കൊരു ലക്ഷ്യം, ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടാണെങ്കിൽ പല ഇത് വാങ്ങിക്കും അത് വാങ്ങിക്കുന്നു. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ മാതിരി ആദ്യം നമുക്ക് എൻ്റെ ആവശ്യം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഞാനൊരു ഇൻവെസ്റ്റർ ആയിട്ടാണോ നോക്കുന്നത് അതോ ഒരു ട്രേഡർ ആയിട്ടാണോ നോക്കുന്നത്? നമ്മൾ നോക്കേണ്ട നമ്മളൊരു സെക്കൻഡ് ഇൻകം എന്ന രീതിയിൽ ഓൾറെഡി നമ്മൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു സെക്കൻഡ് ഇൻകം നമുക്ക് നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും. പിന്നെ പറഞ്ഞ മാതിരി എന്ത് വരുമ്പോഴും ആദ്യം നമ്മൾ നോക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ജ്വല്ലറി റേറ്റ് നമുക്ക് ഡെയിലി അറിയാം, പക്ഷേ റിയൽ എസ്റ്റേറ്റ് നമ്മൾ ഡെയിലി നോക്കാറുണ്ടോ? കാരണം നമ്മളിപ്പോൾ സ്ഥലം വാങ്ങിക്കാൻ പോകുമ്പോഴോ വിൽക്കാൻ പോകുമ്പോഴോ മാത്രം അവിടെ കാണുന്നത്, അല്ലെങ്കിൽ ഡെയിലി ഇന്ന് എറണാകുളത്ത് ഇത്ര സെൻറ്റ് ഇത്ര രൂപ കൂടി, അങ്ങനെ വരാറില്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് പലപ്പോഴും ഇത് വരും. പക്ഷേ ആ ഒരു മോണിറ്ററിനെക്കാട്ടും നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുക വെച്ചാൽ ഒന്ന് വാങ്ങിച്ചു, പിന്നെ നമ്മൾ നോക്കുക, ഒരു സാധനം ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ചു, അത് ഒരു 150 രൂപയിൽ എനിക്ക് വിൽക്കാം, എപ്പോൾ വേണമെങ്കിൽ വിൽക്കാം. 150 രൂപ വിൽക്കും, ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നു. അത് 200 ആയിക്കോട്ടെ 250 ആയിക്കോട്ടെ, എനിക്ക് അതിന് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അതിൻ്റെ പുറകെ പോകണ്ട. പിന്നെ തിരിച്ചും മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ താഴെ വരും, നമുക്ക് വീണ്ടും വാങ്ങിക്കാം. പക്ഷേ ആൾക്കാരെന്ത്, അയ്യോ ഈ പറഞ്ഞ ട്രേഡിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡെയിലി ചെയ്യണമെന്നില്ല. മാർക്കറ്റ് വീക്കാണെങ്കിൽ നാളെയും മാർക്കറ്റ് ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ പലർക്കും ഞാൻ ഇന്ന് മിനിമം 5 ട്രേഡെങ്കിലും ചെയ്യണം, ഒരു നേർച്ച അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു സൈക്കോ ലെവലാണ്. എനിക്ക് രാവിലെ കറക്റ്റ് വിഷ്ണു പറഞ്ഞ മാതിരി 9:17 തന്നെ എനിക്ക് ഓർഡർ വേണം. കാരണം നമ്മൾ മുഹൂർത്തം നോക്കി 9:15 ഓർഡർ വേണം, അല്ലെങ്കിൽ കറക്റ്റ് 12 മണിക്ക് അത് മാറി. അങ്ങനെ വേണ്ട. പലപ്പോഴും നമുക്ക് മാർക്കറ്റ് നല്ല സമയത്ത് നമുക്ക് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാറി നിൽക്കാം. ആഴ്ചയിൽ 5 ദിവസം മാർക്കറ്റ് ഉണ്ടല്ലോ. പക്ഷേ ഈ പറഞ്ഞ മാതിരി എനിക്കിത് ഡെയിലി 10 ട്രേഡ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ എനിക്ക്. പക്ഷേ പിന്നെ ഇതിൽ നോക്കുന്നത് നമ്മൾ പ്രോഫിറ്റും ബുക്ക് ചെയ്യണം, നമ്മൾ ലോസും ബുക്ക് ചെയ്യണം. പല ആൾക്കാരും അത് ചെയ്യാറില്ല. പറഞ്ഞ മാതിരി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, ലോസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ലോസ് ബുക്ക് ചെയ്യണം. ലോസ് ആണെങ്കിൽ ഓക്കെ, ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു, ഒരു 5 രൂപ അല്ലെങ്കിൽ 2 രൂപ താഴെ വന്നു, നമുക്ക് കട്ട് ചെയ്യാമല്ലോ, പൊസിഷൻ കട്ടി നമുക്ക് മാറിയിരിക്കാം, സമാനത്തിൽ നമുക്ക് പുറത്തു പോകാം. പക്ഷേ അവർക്ക് എന്താണ്, കമ്പ്യൂട്ടറിൽ നമ്മൾ വികാരം കാണിച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മൾ ശരിയാമോ? പക്ഷേ ഇതിൽ എത്രയോ FISും DISും വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മളൊക്കെ നിർത്തിയ പ്രോഫിറ്റ് എനിക്ക് കിട്ടി, നമ്മൾ ബുക്ക് ചെയ്ത് മാറി നിൽക്കാം, അടുത്ത ദിവസം എൻട്രി ചെയ്യാലോ മാർക്കില്ല. പക്ഷേ ഇത് അതിൻ്റെ പുറകെ നമ്മൾ പോകാതെ ഇതെന്തോ വാശിയോ നമ്മളൊരു ദേഷ്യം തീർക്കുന്ന മാതിരി. കാരണം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കില്ല മിസ്റ്റർ വിഷ്ണുണ്ട്, അതേപോലെ ഇപ്പോൾ സുജേഷിൻ്റെ വാങ്ങിച്ചിട്ട് പലരും പല ഇത് സൈക്കോളജി പറഞ്ഞ പല മൈൻഡ് സെറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് എന്താണോ വേണ്ടത്, മാർക്കറ്റിൽ നമുക്ക് പല പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഏതൊരു മെൻറ്റാലിറ്റിയിലാണ് നിൽക്കുന്നത്, അത് വെച്ച് നമുക്ക് തീർച്ചയായും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രോഫിറ്റും ബുക്കും കറക്റ്റായ സമയത്ത് നമ്മൾ ബുക്ക് കഴിഞ്ഞാൽ നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കാമിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കാതിരിച്ചൊന്ന്, കാരണം നമുക്ക് 100 മെസ്സേജ് വരും. പക്ഷേ എന്താണ്, പലതിലും നമ്മൾ ചിലതിലൊക്കെ നമ്മൾ ഭയങ്കര വിജിലൻ്റ് ആയിരിക്കും. പക്ഷേ ഈ ഫിനാൻസിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ വിജിലൻ്റ് ആവില്ല. പക്ഷേ പലപ്പോഴും ഞാൻ പറഞ്ഞ തന്നെ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറഞ്ഞ ഒരു സേവിങ്സിൻ്റെ ഹാബിറ്റിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ നമ്മളെപ്പോഴും എല്ലാവരും ലോൺ എടുക്കുന്ന ആൾക്കാരാണ്, 2 വീലർ ആയിക്കോട്ടെ, കാർ ലോൺ ആയിക്കോട്ടെ, പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ. പക്ഷേ ഒരു ടെനർ 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പേഴ്സണൽ ലോൺ എടുത്തു, ഒരു 3 ലക്ഷം രൂപ എടുത്തു, മന്ത്ലി ഒരു 10,000 രൂപയാണ് ഇനി EMI വരിക. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, 3 കൊല്ലം നമ്മൾ ഒരു EMI പോലും ബൗൺസ് ആക്കാതെ അടയ്ക്കേണ്ടത്. എന്തുകൊണ്ടാണ്? നമുക്ക് പേടിയാണ്. ഒന്നുമില്ല, അവൻ വിളിച്ച് നമ്മളെ ഫയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയും, സിബിൽ സ്കോർ കുറഞ്ഞാൽ നമുക്ക് അടുത്ത ലോൺ എടുക്കാൻ പറ്റും. പക്ഷേ നേരെ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴോ ആൾക്കാർ പേടിയാണ്, അയ്യോ 3 കൊല്ലം ഞാൻ അടയ്ക്കണോ? കാരണം പലപ്പോഴും ഞാൻ കോളേജിലും അതേമാതിരി യൂണിവേഴ്സിറ്റി പോകുമ്പോൾ അവർ ഫാക്കൽറ്റീസും അതേമാതിരി തന്നെ ബാക്കി പബ്ലിക് എടുക്കുന്ന സമയം, സാറേ ഇതൊക്കെ 3 കൊല്ലം അടയ്ക്കണ്ടേ,
പക്ഷേ ഇതേ സാധനമാണ് അവർ 3 കൊല്ലം പേഴ്സണൽ ലോൺ അടയ്ക്കുന്നുണ്ട്, കാർ ലോൺ അടയ്ക്കും. പക്ഷേ തിരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അവർ നോക്കുന്നില്ല. ആ ഒരു ഫിനാൻഷ്യൽ ഈ പറഞ്ഞൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കൊരു ഫിനാൻഷ്യൽ വെൽത്ത് ക്രിയേറ്റ് എങ്കിൽ ഈ പറഞ്ഞൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യുക പെർഫെക്റ്റ് ആയിട്ട്. ഞാൻ പറഞ്ഞു 100 രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുമല്ലോ. SIP നമുക്ക് 100 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ബാങ്കുകളുടെ സെക്ടർ നമുക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ അത് വന്ന ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്കൊരു വെൽത്ത് ക്രിയേഷൻ. കാരണം ഇപ്പോഴും ഇന്ത്യയിൽ ലെസ് ദാൻ 5% ആൾക്കാർ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പോഴും പല ആൾക്കാർക്കും എന്താണ് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, ഊബറിൽ അല്ലെങ്കിൽ ഓലയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർ നോക്കുന്ന ഒരു കഴിഞ്ഞ റീസെൻ്റ് ഞാൻ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഒരു മലയാളികളുണ്ടായിരുന്നു. അവർ ചോദിക്കുമ്പോൾ സാറേ നമ്മൾ സംസാരിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് വർക്ക് നോക്കേ സാർ ഞാനിപ്പോൾ ഇത് നിർത്തിയിട്ട് ഒരു കോഴ്സ് പഠിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫോറക്സ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇത് പഠിക്കാനുള്ള ഇതിലേക്കാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കും കുഴപ്പമില്ല, ഇടയ്ക്ക് ഞാൻ മറ്റേ ബിറ്റ് കോയിനൊക്കെ നോക്കാണ്. പക്ഷേ ഇത് നിർത്തിയിട്ട് ഞാനൊരു കോഴ്സ് പഠിച്ചിട്ട് ഫുൾ ടൈം ട്രേഡർ ആവാനുള്ള പ്ലാനാണ്. ഞാൻ പറഞ്ഞു ഓക്കെ നല്ലതാണ്, പക്ഷേ ആദ്യം ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം, എന്നിട്ട് അതിനെക്കുറിച്ച് പോകും. അല്ലാതെ സ്വന്തമായിട്ടൊരു ജോലി നമ്മളിപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ ചെയ്യുന്നു അതിനെക്കുറിച്ച് സൈഡായിട്ട് നമ്മൾ നോക്കാം. അല്ല ഫുൾ ടൈം അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോളേജ് വേണം. സോ വിത്തൗട്ട് നോളേജ് നമ്മൾ ഏത് പോയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു കുറച്ചായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക, എന്നിട്ട് പതുക്കെ. അല്ലാതെ കാരണം ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന മനുഷ്യന് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഞാൻ ജോലി നിർത്തി നാളെ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന പൈസ ഉണ്ടാക്കി വേണം, മേ ബി വിജയിക്കാം, പക്ഷേ 90% അതിന് ലോസാണ് ചാൻസ് വരുന്നത്. എന്ത് പറയുന്നു ലൈക്ക് വിഷ്ണു? അല്ല, എനിക്ക് ആ അഭിപ്രായം മാത്രമേ ഉള്ളൂ. കാരണം എന്തിനും അതിൻ്റെതായ ഒരു ബേബി പീരീഡ് ഉണ്ട്, ഹണിമൂൺ പീരീഡ് എന്നൊക്കെ ഞാൻ പറയും. അത് കടക്കാൻ കുറച്ച് പാടാണ്. അത് കടന്ന് വിജയിച്ച ഇപ്പോൾ 7% അത്രയും കമ്മ്യൂണിറ്റിക്കാരും വന്നത് 90 കൂടെ തന്നെയാണ്. അങ്ങനെ അല്ലാതെ ഒരാൾക്കും ട്രേഡിങ്ങിൽ ഇന്ന് പൈസ ഇട്ട് നാളെ കോടിയിലുണ്ടാക്കുന്ന ഒരു വിചാരവും വേണ്ട. അങ്ങനെ വന്നാൽ അത് മടയനെന്ന് പറയുള്ളൂ. ഇപ്പം വരുന്ന സ്കാം മൊത്തം അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ റീസെൻ്റ് ഒരു സ്കാം നടക്കണമെന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ബാംഗ്ലൂർ എവിടെയെങ്കിലും ഓഫീസ് എടുക്കും, 10 പേര് സ്റ്റാഫ് വെച്ച് 20 പേരെ എടുക്കും. ഒരാൾ കോൾ കൊടുക്കും, നിഫ്റ്റിയുടെ കോൾ വാങ്ങാം. അതേസമയം വേറെ ആൾ നിഫ്റ്റിയുടെ പുട്ട് വാങ്ങാൻ പറയും. ഏത് സ്ട്രൈക്കാണോ അവൻ്റെ നിന്ന് പൈസ മേടിക്കും. സാറേ ഇതാണ് നിങ്ങളെ ഫീസ്, ഇത്രയാണ് ഫീസ് എന്ന് പറഞ്ഞാൽ മേടിക്കും. തിരിച്ച് നാളെ അത് കൊടുക്കും. സാറേ ഇത് ഇന്നലെ പ്രോഫിറ്റ് കിട്ടിയല്ലോ, നമുക്ക് നാളെ കവർ ചെയ്യാം. സോ ആൾക്കാർ എന്ത് ചെയ്യുന്നു, എനിക്ക് അവൻ എത്ര % പ്രോഫിറ്റ് കൂടുതൽ തരും അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നത്. എപ്പോഴും പറഞ്ഞ പോലെ EMIക്ക് ആൾക്കാർ ചിന്തിക്കില്ല. അത് കാറല്ലേ, കാറ് ഡിപ്രീസിയേഷൻ അസറ്റാണ്, മനസ്സിലാവുന്നില്ല. ആ സ്ഥലം നിങ്ങൾ സ്ഥലം വാങ്ങി EMIയുടെ സ്ഥലം വാങ്ങിച്ചാലും കുഴപ്പമില്ല. പക്ഷേ കാറ് വാങ്ങിച്ചിട്ട് പറയും ഇത്രയും എമൗണ്ട് കാറ് വാങ്ങിച്ചിട്ട് ഏത് പറയുന്നത് അത് EMI അല്ലേ, കുഴപ്പമില്ല, അത് മുടങ്ങാതിരിക്കാൻ കാത്തിരിക്കും. പക്ഷേ ഒരു സാറ് പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യില്ല, SIP ചെയ്യില്ല. എപ്പോഴും ലൈഫിൽ ഒരു ഗ്രോത്ത് വേണോ, SIP ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇസ് ഗുഡ്. ട്രേഡിങ് നിങ്ങൾക്ക് ഗ്രോത്ത് അല്ല, ഇറ്റ് വിൽ ഗീവ് മണി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. വാരൻ ബഫറ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത്. വെച്ചാൽ ട്രേഡ് ജെസി ലിവർമ ആയാലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പൈസ ഉണ്ടാക്കുന്നത് ദേ മേക്ക് ത്രൂ ട്രേഡിങ്. അതിനകത്ത് കളിച്ച് കളയുന്നതിന് പകരം ഇൻവെസ്റ്റ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഇതെല്ലാം ഒരു എന്താ പറയുക, ഇൻ്റർ കണക്റ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. പല ഇൻഫ്ലുവൻസേഴ്സും പറയാറുണ്ട്, ഇപ്പോൾ ഫിൻടെക് ഇൻഫ്ലുവൻസേഴ്സ് നമ്മളൊരു സ്ട്രാറ്റജിയിലൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ട്രേഡ് ചെയ്ത് ബിസിനസ് കൂട്ടുക എന്നുള്ളത്. ശരിക്കും ഈ സ്ട്രാറ്റജി എന്താണ്? ഈ സ്ട്രാറ്റജി ഞാൻ പറയുന്ന ഒരു മനുഷ്യനും ഒരു ട്രേഡിങ്ങിൽ സ്ട്രാറ്റജി ഇല്ല. ചിലർ പറയും സ്ട്രാറ്റജി ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് സെറ്റ് ഓഫ് കുറേ റൂൾസും സ്ട്രാറ്റജിയും ഉണ്ട്. പക്ഷേ എല്ലാ സ്ട്രാറ്റജിയും എല്ലാ മാർക്കറ്റിലും വർക്ക് ചെയ്യണമെന്നില്ല. മാർക്കറ്റ് പ്രൊഫൈലിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് 2021 വരെ ഒരു വെൽ നോൺ സ്ട്രാറ്റജി ആയിരുന്നു ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ ഹൈയോ ലോയോ കട്ട് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കുക. 2021 ശേഷം അത് മൊത്തം ഹണ്ട് ചെയ്ത് തുടങ്ങി. ആ സ്ട്രാറ്റജി ആരൊക്കെ ഇപ്പം ഫോളോ ചെയ്യുന്നതാണോ അവരെല്ലാം ലോസിലാണ്. എനിക്ക് കണ്ടിന്യൂസ് 3 മാസം ലോസ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പം പഠിച്ചു വെച്ചാൽ സംബഡീസ് എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് അൽഗോരിതംസ് അവരെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് തന്നെ വീണ്ടും പോയാൽ കച്ചവടം കൂട്ടി ഞാൻ വീട്ടിൽ ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ വീണ്ടും പഴയ ജോലിക്ക് പോകേണ്ടി വരും. സോ സ്ട്രാറ്റജി അല്ല ഒരു ഹോളി ഗ്രേയിൽ. നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഹാബിറ്റാണ് ഹോളി ഗ്രേയിൽ. നിങ്ങൾക്ക് 99% ഇപ്പം ഞാൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് ഒരു ക്ലാസ്സിലെ 10 പേർക്കും ഒരേ സ്ട്രാറ്റജി, ഒരേ മെത്തേഡ്, ഒരേ കാര്യം എഴുതി കൊടുത്താലും 10 കുട്ടികൾ എഴുതുന്ന പേപ്പറിൻ്റെ മാർക്കും ഇപ്പം സ്ട്രാറ്റജി നമ്മൾ കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പം സ്ട്രാറ്റജി കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജി വിന്നിങ് റേഷ്യോ ഉണ്ട്. ആ വിന്നിങ് റേഷ്യോ നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങളുടെ ഇമോഷൻസ് ഉണ്ട്. കാലത്ത് ഞാൻ വൈഫിനടുത്ത് പറയും, ഇന്ന് കാലത്ത് എന്ത് ചൂടാവും ചെയ്ത് നീ നിൻ്റെ കാര്യം നോക്കി പോകുക, വൈകിട്ട് വന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം എന്താണ്, കാലത്ത് ചിലപ്പോൾ ആ ഒരു അഡ്രിനാലിൻ ഇഷ്യൂ പോലും എൻ്റെ ട്രേഡിങ്ങിനെ ബാധിക്കും. സ്ട്രാറ്റജി കറക്റ്റായിരിക്കും, എവളെ സ്വഭാവം കാരണം നമുക്ക് നടക്കില്ലാതെ പറഞ്ഞ് ആ ട്രേഡിങ് എടുത്ത് കളയുന്നു, ആ ട്രേഡ് ഇട്ടിരുന്ന ഇത്ര പ്രോഫിറ്റ് ഇട്ടിരുന്ന ആ ഒരു ചിന്ത നമുക്ക് വരുന്ന സ്ട്രാറ്റജി കൊണ്ടല്ല, നമ്മുടെ സൈക്കോളജിയാണ്. അപ്പോൾ സൈക്കോളജിയാണ് ക്ലിയർ ആക്കാൻ ശ്രമിക്കേണ്ടത്, സ്ട്രാറ്റജി അല്ല. സ്ട്രാറ്റജി ഇഷ്ടംപോലെ കിട്ടും. സിമ്പിൾ സ്ട്രാറ്റജി ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന എത്രയോ പയ്യന്മാർ എനിക്കറിയാം. പക്ഷേ നല്ല കിട്ടില്ല നോളജോട് സ്ട്രാറ്റജി ചെയ്യുന്ന ലോസ് ഉണ്ടാകുന്ന ആൾക്കാർ എനിക്കറിയാം. സോ സ്ട്രാറ്റജി അല്ല ഹോളി ഗ്രേയിൽ, നമ്മുടെ സൈക്കോളജി, നമ്മുടെ പാഷൻ ആൻഡ് നമ്മുടെ പെർസിവറൻസ് ആൻഡ് ട്രൂ ഗ്രിറ്റ്, ഈ ഇത്രയും വാക്കുകൾ വേണമെങ്കിൽ പ്രയോഗിക്കാം. ദാറ്റ് ഈസ് യുവർ സ്ട്രാറ്റജി.
കാരണം സാർ ഇപ്പോൾ സൈക്കോളജി അല്ലെങ്കിൽ പാഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഈ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് ഇതിലൊരു വലിയ ഘടകമാണ്. തീർച്ചയായിട്ടും അതെ. ശരിക്കും അങ്ങനെ ഒരു ഇമോഷൻസ് ഒരാളെ സംബന്ധിച്ച് ഇമോഷൻസ് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം? അതെപ്പോഴും ഡിപ്പെൻസ്. നമ്മൾ പറഞ്ഞ ബഹുജനം പലവിധം. നമ്മുടെ കൈൻ്റെ 5 ടൈപ്പ് 5 ആൾക്കാരുടെ സ്വഭാവം 5 ടൈപ്പായിരിക്കും. അതിൽ നമ്മൾ നോക്കേണ്ടത് ഞാൻ ഇൻവെസ്റ്റർ ആണോ അതോ ഞാൻ ട്രേഡിംഗ് ആണോ? ഒന്നുകൂടെ എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ നോക്കണം ഞാൻ ഇൻവെസ്റ്റർ ആണോ അതോ ട്രേഡിംഗ് ആണോ. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇൻവെസ്റ്റർ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഇമോഷൻസ് ആണ്. നമുക്ക് കറക്റ്റായിട്ട് നല്ല സ്റ്റോക്ക് നോക്കിയിട്ട് നമുക്ക് പർട്ടിക്കുലറായിട്ട് പല സെക്ടേഴ്സ് ഉണ്ടല്ലോ. കാരണം എല്ലാം കൂടി ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പണി കിട്ടും. ഫോർ എക്സാമ്പിൾ റിയാലിറ്റി, IT, കൺസ്യൂമർ, പല സെക്ടേഴ്സായിട്ട് എന്താണ് നമ്മൾ കുറച്ച് എമൗണ്ട് നോക്കിയിട്ട് കുറച്ച് ഷെയർ നമുക്ക് വാങ്ങിച്ച് വയ്ക്കാം. പക്ഷേ ട്രേഡിംഗ് അങ്ങനെയല്ല. ട്രേഡിംഗ് വെച്ചാൽ മാർക്കറ്റ് നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മുടെ ഇമോഷൻസ്, അതുപോലെ തന്നെ മാർക്കറ്റ് ന്യൂസ്, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്ട്രാറ്റജിയും ഇതെല്ലാം നമ്മൾ മാറ്റും. പക്ഷേ ഈ സ്ട്രാറ്റജി വെച്ചാൽ വേറെ ആരെങ്കിലും സ്ട്രാറ്റജി ഞാൻ യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അതെ ഇല്ല. അപ്പോൾ മിസ്റ്റർ വിഷ്ണുവിൻ്റെ സ്ട്രാറ്റജിയും വിഷ്ണുവിൻ്റെ മൈൻഡ് സെറ്റും വേറെ ആയിരിക്കും. അതേ ഇത് വെച്ചിട്ട് അനിൽ എന്നുള്ള വ്യക്തി ആ രീതിയിൽ പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ആയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. ഈ പറഞ്ഞ മാതിരി മാർക്കറ്റ് ചിലവരെന്താണ് ഓൺലി ന്യൂസ് മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലവരെന്താണ് ഓൺലി സെല്ലിലുള്ള മാർക്കറ്റ് മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നല്ലൊരു ബുള്ളിഷുള്ള മാർക്കറ്റ്. അപ്പോൾ അവർ പലപ്പോഴും ഡിപ്പെൻഡ്സ് ഓഫ് ഓൺ ദി പേഴ്സൺ എന്ന് ഞാൻ പറയുള്ളൂ. പേഴ്സൺസും അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു പ്രൊഫൈൽ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു ബിസിനസ്സായിട്ട്, കാരണം ബിസിനസ്സിൽ പ്രോഫിറ്റ് വരും ലോസ് വരും. പക്ഷേ എല്ലാവരും ബിസിനസ് വിജയിക്കുന്നുണ്ടോ? കാരണം ഒരേ ഷോപ്പ് നടത്തുന്ന ആൾക്കാർ എല്ലാവർക്കും പ്രോഫിറ്റ് ആവണമെന്നില്ല. ഒരേ തുണിക്കടകളിൽ നടത്തുന്ന പല നമുക്ക് അറിയാം. പക്ഷേ എല്ലാ തുണിക്കടയും പ്രോഫിറ്റ് ആണോ? അല്ല. അതേമാതിരി തന്നെ എല്ലാം ബാക്കി പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിൽ ആ പേഴ്സൺ ആ ടൈമിൽ എങ്ങനെ എടുക്കുന്നു, ഏത് സമയത്ത് എൻട്രി എടുക്കുന്നു, ഏത് സമയത്ത് എക്സിറ്റ് എടുക്കുന്നു, അവൻ എങ്ങനെ ഒരു റൂൾ കീപ്പ് ചെയ്യുന്നു, അതാണ് നോക്കിയിട്ട് ഇതിൽ നമുക്കൊരു വിൻ സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്യൂർലി ഡിപ്പെൻഡ്സ് ഓഫ് മൈൻഡും അത് ഡിപ്പെൻഡ് ഓഫ് ദി പേഴ്സൺസും. സാർ ഇപ്പോൾ ഒരു 21 വയസ്സ് തുടങ്ങി, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു 15,000 ശമ്പളമുണ്ട്. അപ്പോൾ അങ്ങനെ 21 വയസ്സ് തുടങ്ങിയിട്ട് ഒരാൾ എത്ര രൂപ തുടങ്ങിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം? ഇതിനങ്ങനെ പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നുമില്ല. നമുക്ക് എത്ര ചെറിയ എമൗണ്ട് വെച്ച്, ഞാൻ പറഞ്ഞു SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് 100 രൂപ വെച്ച് ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് കമ്മിറ്റ് ടു ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഫസ്റ്റ് ഇപ്പോഴത്തെ ഒരു തലമുറ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പോൾ അവർ ജോലിക്ക് വരുന്നതിന് EMI അടയ്ക്കാനാണ്. കാരണം വെച്ചാൽ ഫസ്റ്റ് എനിക്ക് മുന്തിയൊരു iPhone 17 Pro വേണം, അല്ലെങ്കിൽ ഇത് വേണം. അവൻ അതിനെ എടുത്തിട്ടാണ് അവൻ EMI ആയിട്ട് നോക്കുന്നത്. പക്ഷേ ഇതേ ആൾക്കാർക്ക് തന്നെ ഒരു അറ്റ്ലീസ്റ്റ് 1,000 റുപ്പീസ് സേവ് ചെയ്യാൻ പറ്റും. മിനിമം ഒരു 15,000 സാലറി ഉള്ളവന് 1,000 റുപ്പീസ് അല്ല, നമുക്കൊരു മിനിമം 2,000 തൊട്ട് 3,000 വരെ അവനെ സേവ് ചെയ്യാൻ പറ്റും. അത് വെച്ച് അവനൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. 1-2 കൊല്ലം കഴിഞ്ഞിട്ട് വിത്തൗട്ട് EMI തന്നെ അവന് ഈ പറഞ്ഞ അവനൊരു ഡ്രീം എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ഫോൺ വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കൊരു പൾസർ ബൈക്ക് വേണം. ഇപ്പത്തിന് EMI എടുത്ത് വാങ്ങണ്ട, ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കൂ. ഇതിലിപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കൊടുത്തിട്ട് പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, കുട്ടികളുടെ കയ്യിൽ പൈസ നമ്മൾ ആദ്യം വാങ്ങിച്ച് നമ്മൾ കയ്യിൽ വയ്ക്കും, എന്നിട്ട് കൊടുക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ആദ്യം കുട്ടികളുടെ കയ്യിൽ പൈസ അങ്ങോട്ട് കൊടുക്കണം. അവർ സ്പെൻഡ് ചെയ്ത് പഠിക്കട്ടെ ചെറുപ്പം മുതൽ. നമ്മൾക്കറിയാം നമ്മൾ സ്കൂളിലൊക്കെ സഞ്ചയിക മറ്റേ മണിക്കൺ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിന് പകരം പിള്ളേർ തന്നെ സ്പെൻഡ് ചെയ്ത് പഠിക്കട്ടെ. അപ്പോൾ അവർക്ക് അറിയാൻ കിട്ടുള്ളൂ. കാരണം എനിക്കൊരു 100 രൂപ കിട്ടി, അതിൽ എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, അതിൽ എനിക്ക് ഇത്ര രൂപ ബാലൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് വന്നാൽ മാത്രമേ നമുക്ക്, ഞാൻ നിശ്ചയ എമൗണ്ട് ഞാൻ പറയില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ദേ ഹാവ് ടു ഇൻവെസ്റ്റ് മിനിമം ഒരു 2,000 രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ. അത് ഇപ്പം അറിയാലോ, മിനിമം 15 രൂപയാണ്, ചിലപ്പോൾ 20 രൂപ ആൾക്ക് കിട്ടും. പക്ഷേ അത് അവനോട് എത്രയാണ് എനിക്ക് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ SIP ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തന്നെ ഒരു 1,000 റുപ്പീസ് വെച്ച് മിനിമം നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ തന്നെ ഒരു 1,000-2,000 വെച്ച് നല്ല സ്റ്റോക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിടാം. വിഷ്ണു ഇപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു തുടക്കക്കാരനാണ്. ഇപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ എത്ര രൂപയ്ക്കാണ് ഫസ്റ്റ് സ്റ്റോക്ക് വാങ്ങേണ്ടത്, അല്ലെ എത്രമാത്രം രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യണം? ട്രേഡിംഗ് എന്നൊരു വാക്ക് പറയണമെങ്കിൽ അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പം 1,00,000 രൂപ ഇട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം, ഈ കിട്ടുന്ന പൈസ ഇട്ടും സേവ് ചെയ്യാം. പക്ഷേ നമുക്കൊരു ഒരു സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു, എനിക്കൊരു റൂളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഒരു ട്രേഡിങ്ങിൽ നിങ്ങൾ ഇറങ്ങുന്നു, ഒരു F&O ട്രേഡിങ്ങിൽ നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ 6 മാസത്തെ സാലറി അവിടെ കാണണം അക്കൗണ്ടിൽ, അത് സെപ്പറേറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പം അത് നിങ്ങൾക്കൊരു ഇതാണ്. അതിനുശേഷം നിങ്ങൾ ഒരു 6 മാസത്തെ എമൗണ്ട് ട്രേഡിങ്ങിൽ, അല്ലെങ്കിൽ ഒരു 25,000 അല്ലെങ്കിൽ 30,000 നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ പഠിക്കുക മാർക്കറ്റിനെ കുറിച്ച്. എന്നിട്ട് നിങ്ങൾക്കത് അപ്പോൾ കൂടെ ജോലി ചെയ്യുക. ടൈമൊക്കെ കിട്ടാറുണ്ട് ചിലർക്ക്. പക്ഷേ അത് ഞാൻ പറയുന്നത് വെച്ചാൽ ട്രേഡിങ്ങിന് ഒരു 21 years ഉള്ള ഒരാൾ ട്രേഡിങ് നേരത്തെ വരണമെങ്കിൽ അതിന് ഈ ഒന്ന് ക്യാപിറ്റലാണ്. ഒരു ട്രേഡ് 2 ട്രേഡ് നേരാവണ്ണം പണി കിട്ടിയാൽ മതി. ഇപ്പോൾ ടെക്നിക്കൽ എറർ വന്നാലും പൈസ പോവും. വീണ്ടും പൈസ കൊണ്ടുവരണം. ഇവരെല്ലാവരും ഇന്ന് ലോൺ എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ മണി ആപ്പുകളുണ്ട്, അവിടെ നിന്ന് ലോൺ എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഈ ലോൺ എടുക്കുമ്പം ഇതിൻ്റെ EMI മറ്റേ EMI ചേർത്ത് എനിക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. ഇന്ന് എനിക്ക് 5,000 പ്രോഫിറ്റ് വേണം. ഈ 30,000 രൂപയും കൊണ്ട് 5,000 രൂപ പ്രോഫിറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന അവസ്ഥയാണ്. ട്രേഡിങ്ങിലേക്ക് വരുന്നുണ്ടെങ്കിൽ അനഞ്ജി പറഞ്ഞ പോലെ ആദ്യം ഒരു ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ പരിചയപ്പെട്ട് അതിൻ്റെ സാധ്യതകൾ പഠിച്ച് ഇതെനിക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ ഇങ്ങനെ കിട്ടുന്നതിന് ശേഷം മാത്രമേ ഞാൻ പറയുള്ളൂ ട്രേഡിങ് വേണം. ട്രേഡിംഗ് എന്നൊരു ബിസിനസ്സാണ്. ബിസിനസ് ചെയ്യുന്നത് ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലാൻഡ് നമ്മൾ ഡെയിലി പോയി നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റിയൽ എസ്റ്റേറ്റ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ്, അവർ ഡെയിലി
മാർക്കറ്റ് വില അറിയണം, ആൾക്കാരെ സംസാരിക്കണം. അപ്പം ഒരു അയാളും ചെയ്യുന്ന ലാൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ അയാളുടെ ഡിഫറൻറ്റ് ഓഫ് മോഡസ് ഓപ്പറൻറ്റി വ്യത്യാസമുണ്ട്. കാരണം അയാൾ ഡെയിലി ഉള്ള പൾസ് അറിയണം. പക്ഷേ അയാൾ മുഖേന സ്ഥലം വാങ്ങുന്ന ഒരാൾക്ക് ആ പൾസിൻ്റെ ആവശ്യമൊന്നുമില്ല, അവിടെ കിടക്കട്ടെ, ഞാൻ 10 വർഷം കഴിഞ്ഞ് കൊടുക്കുന്നുള്ളൂ. അപ്പം ഡിഫറൻറ്റ് ഓപ്പറേഷൻസ് ആണ്. ട്രേഡിംഗ് ഈസ് ഞാൻ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ഗെയിം പോലെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ചെയ്യുന്ന പോലെയാണ്. അപ്പം രണ്ടിൻ്റെ ഓപ്പറൻസ് വ്യത്യാസമുള്ളതുകൊണ്ട് ഇതിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയണമെന്ന് വെച്ചാൽ 21 വയസ്സിൽ വരണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കുറച്ച് പൈസയൊക്കെ ആയിട്ട് ലോസ് ആവാനുള്ള പൈസ കയ്യിലാകുമ്പം വരിക. കാരണം പ്രോഫിറ്റോടുകൂടി പോകാമെന്ന് പ്രതീക്ഷ ഇത് ഈ അഭിമന്യുവിൻ്റെ അവസ്ഥയാണ്. കയറാൻ അറിയുള്ളൂ, ഇറങ്ങാൻ അറിയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ അവസ്ഥ. സാർ ഇപ്പോൾ നിലവിലിപ്പോൾ സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒത്തിരി കർശനമായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിലവിലിപ്പോൾ ഒത്തിരി ഈ ഫിൻടെക് ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഒത്തിരി നമ്മൾ ഈ പറഞ്ഞ സ്കാം, ഇപ്പോൾ ഈ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റേലേക്ക് കൊണ്ടുവരിക, പല പല സ്കാമുകളും കുറേ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫിൻടെക് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അറിവില്ലായ്മകളും ഇതിനൊരു പരിധിവരെ കാരണമാകുന്നുണ്ട്. ഇന്ത്യയിൽ അറിയോ ഏറ്റവും കൂടുതൽ ഡെറിവേറ്റീവ് ട്രേഡിംഗ് നടക്കുന്നത് ഇന്ത്യയിലാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡെറിവേറ്റീവ് ട്രേഡ് നടക്കുന്നത് ഇന്ത്യയിൽ. അതാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 1-2 കൊല്ലമായിട്ട് സെബി പറഞ്ഞ് കുറച്ചുകൂടി റൂൾസ് ടൈറ്റ്. കാരണം ഡെറിവേറ്റീവ് ട്രേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ വിജയിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും പൈസ ലോസാണ്. അപ്പോൾ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെബി ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ട് കുറച്ച് വീക്ക്ലി എക്സ്പെരി കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തു. അതേമാതിരി തന്നെ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൽ കുറച്ച് മാർജിൻ ഇപ്പോൾ റെഗുലേഷൻസ് അത് നല്ലതാണ്. ഈ പറഞ്ഞ മാതിരി തന്നെ വെച്ചാൽ പല ആൾക്കാർക്കും ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഒരു 2020 നമുക്ക് ക്രൂഡ് ഓയിലൊക്കെ ട്രേഡ് ചെയ്യണമെങ്കിൽ ഏകദേശം 10,000 രൂപ മതി. ക്രൂഡ് ഓയിൽ പല ആൾക്ക് എന്താ സംഭവം എന്നറിയില്ല ട്രേഡിങ്. അവർ 10,000 റുപ്പീസിനെ അവർക്ക് ഒരു ലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇന്ന് അതേ സ്ഥാനത്ത് നമുക്ക് എന്താണ് 2 ലക്ഷം 3 ലക്ഷം രൂപ വേണം. പക്ഷേ എന്താണ് വളരെ കംഫർട്ടായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മാർജിൻ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയാൻ പറ്റുന്നത് നമ്മൾ മുതൽ മുടക്കുന്ന മാർജിൻ വരെയും ചെറിയ എമൗണ്ടാണ്. പക്ഷേ നമ്മൾ എടുക്കുന്ന യൂണിറ്റ്സ് വളരെ ലക്ഷത്തിൻ്റെയൊക്കെ ഇതാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇതൊരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ സെബി തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് ആയിട്ട് റെഗുലേറ്റ് ആയിട്ട് ഒബിയസ്ലി വോളിയം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു ക്ലാരിറ്റിയാണ് ആൾക്കാർക്ക്. കാരണം നിങ്ങൾ പഠിക്കുക, കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക പറഞ്ഞു പോലെ. പിന്നെ ഈ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻഷ്യൽ അവർ ഓരോരുത്തരും ഞാൻ കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവർക്കൊരു റിയാലിറ്റി അവർ മാർക്കറ്റ് ചെയ്യുന്നില്ല. കാരണം അവർ പല ആൾക്കാരും നമ്മൾ പ്രത്യേകിച്ച് മലയാളീസ് പോയി പെടുന്ന വെച്ചാൽ ഞാൻ BMW കാർ അവർ ഇങ്ങനത്തെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. വളരെ ചുരുക്കം ആൾക്കാർ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതൊരു പ്രൊഫഷണൽ ചെയ്യുന്ന ആൾക്കാർ വളരെ കൃത്യമായിട്ട് ചെയ്തു. ഞാൻ അതിന് നെഗറ്റീവ് പറയുന്നില്ല, വളരെ നന്നായിട്ട് അവർ ഈ പറഞ്ഞ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ചെയ്ത് പറയും. പക്ഷേ പല ആൾക്കാരും ചെയ്യുന്നത് ഇവിടെ എന്താണ് നമ്മൾ നോക്കുന്നത് ബിസിനസ്, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു സേവിങ്സ് വേണം. പക്ഷേ അവർ നോക്കുന്നതാണ് പർട്ടിക്കുലർ സ്ഥലം വാങ്ങിച്ചു, ഞാൻ ഇത്ര ഈ ഫീൽഡിലേക്ക് വന്ന ശേഷം ഞാൻ എന്താ ഒരു 2 BMW കാർ എടുത്തു, അല്ലെങ്കിൽ 2 Audi കാർ എടുത്തു. ആ രീതിയിലാണ് പല ആൾക്കാരും ചില ആൾക്കാരും മാർക്കറ്റ് ചെയ്യുന്നത്. അത് ശരിക്കും തെറ്റാണ്. കാരണം വെച്ചാൽ ഡിപ്പെൻസ് ഈ പറഞ്ഞ മാതിരി പല ആൾക്കാർക്കും ചിലപ്പോൾ എൻ്റെ 1 ലക്ഷം രൂപയേ ഉള്ളൂ. പക്ഷേ എനിക്ക് എന്താ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് റിട്ടേൺ എടുക്കാൻ പറ്റും. ചിലർക്ക് 50 ലക്ഷം രൂപ ഉണ്ടാവും, അവർ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ എടുക്കാൻ പറ്റും. അത് ഡിപ്പെൻസ്. പക്ഷേ ഇവരെല്ലാം കൂടിയിട്ട് ഒരു റിയാലിറ്റി കീപ്പ് ചെയ്യാതെ എന്താണ് വളരെ ഒരു ബൂമിങ്ങിനെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു നെഗറ്റീവ് വശമാണ്. അതിനാണ് സെബി ഇപ്പോൾ റീസെൻ്റ്ലി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ സോഷ്യൽ മീഡിയയിലും പലപ്പോഴും സെബിയുടെ ആൾക്കാരനെ ഓഡിറ്റിങ്ങിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് അവർക്ക് നല്ല പെനാൽറ്റിയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് നല്ലതാണ്. കാരണം ഇത് നമുക്ക് എന്താണ് ഫ്രീ ആയി കിട്ടുമെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും എന്താ പറയും, വെറുതെ അനാവശ്യമായിട്ട് എനിക്ക് അത് കിട്ടി ഇത് കിട്ടി ഒരു കാണും. പക്ഷേ ഇപ്പോഴും നമുക്കറിയാൻ പറ്റുള്ളൂ മലയാളികളും ബാക്കിയുള്ളവരും വളരെ പ്രബുദ്ധരാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഫിനാൻഷ്യൽ വരുന്ന സമയത്ത് എന്താണ് പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മൾ മലയാളികൾ പറ്റിക്കപ്പെടാറുണ്ട്. പക്ഷേ അതിന് ഏതൊരു സാധനം കിട്ടുമ്പോൾ നമ്മൾ നോക്കുക, അതിനെക്കുറിച്ച് പഠിക്കാതെ. കാരണം നമ്മൾ തപാലിൽ കൂടി നീന്താൻ പഠിക്കാൻ പറ്റുമോ? കുളത്തിനടുത്ത് പോയി നീന്തുക ചാടുക പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ എൻ്റെ പൈസയാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, അത് നോക്കിയിട്ട് എന്താണ് നമുക്ക് തീർച്ചയായിട്ടും വെൽ റിസർച്ച് ആയിട്ടുള്ള നമുക്ക് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആര് പറഞ്ഞു തരുമ്പോഴും അതിൻ്റെ റിയാലിറ്റി നമ്മൾ നോക്കണം. കാരണം ഇത് എൻ്റെ പൈസയാണ്. ഈ പൈസ പോയാൽ എൻ്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എൻ്റെ ഫാമിലിക്ക് വേണ്ട പൈസ ഞാൻ വെറുതെ കൊണ്ട് കളയാൻ നിൽക്കുന്നത്. അവർ പറയും അഡ്വൈസേഴ്സ് പറഞ്ഞാൽ നമ്മളൊന്ന് റിയാലിറ്റി കീപ്പ് ചെയ്യുക. എന്തും നമ്മൾ പഠിക്കാതെ പോയിട്ട് വേറെ ഇടത്തുള്ള ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ഫിനാൻഷ്യൽ നമ്മൾ ഈ പറഞ്ഞ ഡെയിലി നമ്മൾ 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ ഇതിനുവേണ്ടി നമ്മൾ ഇതിനുവേണ്ടി സമയം മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞൊരു ഡിസിപ്ലിനും ഈ പറഞ്ഞ തന്നെ ഈ പറഞ്ഞ സ്കാമൊന്നും ഈ പറഞ്ഞൊരു ഡിസിപ്ലിൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എപ്പോഴും നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ ചെയ്യേണ്ട. പൈസ എവിടെയും പോകില്ല, അവിടെ ഇരുന്നോട്ടെ. നമ്മളെന്തിനാ അനാവശ്യമായിട്ട് നമ്മളൊന്നൊരു പൈസ കളയാൻ നിൽക്കണം. പക്ഷേ ഇതൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഇൻഫ്ലേഷൻ ഏത് രീതിയിൽ ഇൻഫ്ലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ റിയാലിറ്റി നമ്മളെപ്പോഴും റീറ്റെയിൽ ഇൻഫ്ലേഷൻ മാത്രമേ നോക്കാറുള്ളൂ 5-6%. പക്ഷേ നമ്മൾ മെഡിക്കൽ ഇൻഫ്ലേഷൻ നോക്കുമ്പോൾ ഐസിയുവിൽ ഇപ്പോൾ ഒരു ദിവസം റെൻറ്റ് ഡിപ്പെൻസ് ഓഫ് സിറ്റി 10 രൂപ മുതൽ 16 രൂപ വരെ നമുക്ക് റേറ്റ് വരുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഈ റേറ്റ് എത്ര വരും മെഡിക്കൽ ഇൻഫ്ലേഷൻ? അത് നമ്മൾ നോക്കുന്നില്ല. നമ്മളിപ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ മാത്രം കണക്കിൽ നമ്മൾ നോക്കിക്കൊണ്ട് 5%, 6%. അതേമാതിരി തന്നെ എഡ്യൂക്കേഷൻ നമുക്കറിയാം. ഇപ്പോൾ ഒരു LKG ഒരു 1ാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ കൊണ്ട് ചേർത്തണമെങ്കിൽ നമുക്ക് എത്ര രൂപ വരും? സെയിം തന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് എത്ര റേറ്റാണ് വരിക?
ഇപ്പോൾ എൻ്റെ മോൾക്ക് ഞാനൊരു ഹയർ എഡ്യൂക്കേഷൻ വിടണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യണം ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഇപ്പോൾ കറണ്ട് ഇത് മാത്രം റീറ്റെയിൽ ഇൻഫ്ലേഷൻ മാത്രം നമ്മൾ വെച്ചിട്ട് മുന്നോട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അതിന് പ്യുവർലി നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വിഷ്ണുവിനെ സംബന്ധിച്ച് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ക്വൈറ്റ് ആൻഡ് കാമായിട്ടാണ് പോകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സോ അങ്ങനെ കാര്യങ്ങളല്ല, കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ചെയ്ത് പോകുന്നു. ഇത് എന്തുകൊണ്ടിട്ടാണ്? അതായത് ഇപ്പോൾ ഈ ഫിൻഫ്ലുവൻസറുടെ മാർക്കറ്റിലേക്ക് എന്ന് പറഞ്ഞ സാധനം, ഞാനൊരു ഫിൻഫ്ലുവൻസർ ആണെന്ന് അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാനൊരു എഡ്യൂക്കേറ്ററാണ്. കാരണം എൻ്റെ എക്സ്പീരിയൻസിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അപ്പം എനിക്ക് രണ്ടാമത് ഇപ്പം നമുക്കിപ്പോൾ ഞാനിത് വൈഡ് സ്പ്രെഡായിട്ട് പോയി കഴിഞ്ഞാൽ, ഒന്ന് ആൾക്കാർ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, സെൽ യുവർ ഡ്രീം എന്നാണ്. ബൈ യുവർ മണി ആൻഡ് ബ്രിങ് യുവർ കാർ എന്നൊരു സിസ്റ്റം ഉണ്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നില്ല. അപ്പം ഞാനത് ആ രീതിക്ക് അവരെ ഡ്രീമിനെ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും റിയാലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഇവഞ്ച്വലി എല്ലാ ബിസിനസ്സിനും അതുകൊണ്ടാണ് സെബി എല്ലാ ആൾക്കാരെയും ഇപ്പം ഫിൻഫ്ലുവൻസർ ഓടി നടന്ന് ക്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനൊരു റിയാലിറ്റിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പല ഇന്റർവ്യൂവിൽ പറയാറുണ്ട്, എനിക്കൊരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം നിരത്തി പിടിച്ച് ലോസായിരുന്നു, അടിയായിരുന്നു. പക്ഷേ കമ്മോഡിറ്റിയിൽ ഇപ്പുറത്ത് 5 വന്ന നല്ല ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് വന്നുകൊണ്ട് എനിക്കത് കവർ ചെയ്യാൻ പറ്റി. പക്ഷേ എന്നാൽ എൻ്റെ അടി മാറ്റാൻ പറ്റില്ലല്ലോ. സോ ആ റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവർ മാത്രം വന്നിട്ടേ മാത്രമേ ഇത് കാര്യമുള്ളൂ. ഇത് ലോങ് റണ്ണിങ് ബിസിനസ്സാണ്. നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നു വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറും. പല കുടുംബങ്ങളും തകർന്നു. അപ്പോൾ ഒരാൾക്ക് ഞാൻ കാരണം പൈസ പോകണമെന്ന് എനിക്കിഷ്ടമല്ല. പൈസ പോകും, ലോസ് വരില്ലെന്നല്ല, പൈസ പോകും. പക്ഷേ എന്നാലും നമ്മൾ അവർക്കൊരു എഡ്യൂക്കേഷൻ രീതി കൊടുത്ത് ഈ റിയാലിറ്റി പഠിച്ച് അവരെ ഒന്ന് നീന്താനൊന്ന് ആക്കുക. ചിലപ്പോൾ അതിൽ 10 പേരിൽ ഒരാൾ വെള്ളി അടിക്കും, സ്വർണ്ണം അടിക്കും, ബ്രോൺസ് അടിക്കും, ചിലർ നീന്തി അങ്ങ് എത്തും, പ്രോത്സാഹന സമ്മാനം അടിക്കുന്നവരുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് ഒരു വിജയമാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ രീതിക്ക് ഞാൻ അങ്ങനെ പോകാറില്ല. എൻ്റെ കൂടെ വരുന്നവരെല്ലാവരും വർഷങ്ങളായി എന്നോട് ഇരിക്കുന്നവരാണ്. 2 വർഷം, 3 വർഷം, 4 വർഷം എന്നോട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്നോട് ഇപ്പോഴും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ട്രേഡിംഗ്, ഞാനൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം നമുക്ക് ഇതിലൊരു ഈഗോ ഇല്ല ആൾക്കാർക്ക്. ഇപ്പം ഞാനും അലജിയെ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ അലജി എത്ര കിട്ടി, കിട്ടില്ല, അങ്ങനെ പറയുള്ളൂ. അല്ലാതെ എനിക്ക് ഇത്ര കിട്ടി, എനിക്ക് നാളെ അത് കുറയ്ക്കണം, അങ്ങനെ ഒരു ചിന്ത ഈ ഫീൽഡിലില്ല. ദൈവം സഹായിച്ച് അങ്ങനെ ഒരു സാധനമില്ല. അപ്പം നമ്മളൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുമ്പം പല ആൾക്കാരുടെ മൈൻഡ് സെറ്റ് വരും, പല ഡിസ്കഷൻസ് വരും, നമുക്ക് നല്ല ഇൻപുട്സ് കിട്ടും. ചില ആൾക്കാർ എൻ്റെ കൂടെ ഞാൻ പറയും, ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ജെയിംസ് എന്നൊരു ട്രേഡറുണ്ട്, 1 വർഷമായി. പുള്ളി 1-2 ഐഡിയ എനിക്ക് പറഞ്ഞു. ആ ഐഡിയ വെച്ച് എനിക്കൊരു ട്രേഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രോമിസിംഗ് ആയിട്ട് പോകുന്നത് കഴിഞ്ഞൊരു 8 മാസമായിട്ട് കിടിലായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇതൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റിയത്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ രീതി ചെയ്തു പോയാലേ ഇതൊരു ലോങ് റണ്ണാവുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം ഈയാൻ പാറ്റകളെ പോലെ കരിഞ്ഞങ്ങ് പോകൊണ്ടിരിക്കും. സോ എനിക്കത് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ എൻ്റെ കൂടെ 6 മാസം 1 വർഷം ഇരിക്കാൻ പറ്റുമോ, വാ, നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. അല്ലാതെ ഞാൻ നിങ്ങളെ പണക്കാരനാക്കാന്ന് പറയില്ല, നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. അപ്പോൾ എന്നെ ചീത്ത വിളിച്ചോ, ഞാൻ അങ്ങോട്ട് വിളിക്കും, നമുക്കൊരു വിൻ സിറ്റുവേഷനിൽ പോവാം. നിങ്ങളെന്തെങ്കിലും ഐഡിയ പറ, നമുക്കത് വർക്കൗട്ട് ചെയ്യാം, അങ്ങനെ പോവാം. അതാകുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും. നമുക്ക് ലോങ് റണ്ണിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് അല്ല ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് വർക്കാവുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണെന്ന് നോക്കുമ്പം ഇവഞ്ച്വലി നമ്മൾ ഉണ്ടാക്കുന്ന ലോസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. ദാറ്റ് വിൽ ഗിവ് യു മോർ ഹാപ്പിനെസ് ദാൻ യു മേക്ക് എ മണി എന്നാണ് ഞാൻ പറയാറ്. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. സാർ, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് എന്തൊക്കെ ഉപദേശങ്ങളാണ് സാറിന് കൊടുക്കാനുള്ളത്? ഇൻവെസ്റ്റ്മെൻറ്റ് സമയം ആദ്യം നമ്മൾ ഈ പറഞ്ഞ മരത്തിൽ നമ്മളെപ്പോഴും ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ഇങ്ങനെ 3 സംഭവം എപ്പോഴും നമുക്ക് നോക്കാറുണ്ട്. അപ്പോൾ ആദ്യം അവർ വന്നിട്ട് എനിക്ക് എന്താണ് വേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാലോ, ലൈക്ക് കുരുമുളക്, കറുത്ത പൊണ്ണെന്ന് പറയുന്ന സാധനം നമ്മൾ കാലങ്ങളോളം പണ്ട് കാരണവന്മാരെന്താണ് മക്കളുടെ കല്യാണത്തിനൊക്കെ വേണ്ടി മാറ്റി വയ്ക്കും. അതേമാതിരി എൻ്റെ ആവശ്യം എന്താണ്, ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞ് സ്കൂൾ തുറക്കുന്നതാണ്, അതിന് വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കൊരു വീട് വാങ്ങണം, അതിന് വേണ്ടി നമുക്ക് അപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്മുടെ ആവശ്യങ്ങളൊന്നും ഒരു സെറ്റാക്കുക, ഒരു ടേബിൾ നമ്മൾ എഴുതി വെക്കുക. പലപ്പോഴും നമ്മൾ പലതും പ്ലാൻ ചെയ്യും. അതേമാതിരി ഫിനാൻഷ്യൽ പ്ലാൻ എന്താണ്, നമ്മൾ കറക്റ്റായിട്ട് ആദ്യം ഞാനിപ്പോൾ ജോലി റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തു, ഒരു ഡിഗ്രി കഴിഞ്ഞു, ഒരു ജോലി കിട്ടി. അപ്പോൾ അവൻ എന്താ നോക്കാം, അവൻ ആവശ്യം എന്താണ്. ആദ്യം നമ്മൾ പറഞ്ഞ മാതിരി തുടക്കക്കാരാണെങ്കിൽ തന്നെ അവർക്ക് ആദ്യം അടിച്ചു പൊളിക്കാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതിന് എന്താ അവൻ്റെ ഡ്രീം, മേ ബി ഒരു ടൂർ പോകണം, അല്ലെങ്കിൽ വേറെ ആണെങ്കിൽ അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് എമൗണ്ട് മാറ്റിക്കുക. അല്ല, കുറച്ച് മെച്യൂരിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം ഈ പറഞ്ഞ മാതിരി നമ്മൾ കുറച്ച് എമർജൻസി ഫണ്ടും നമ്മൾ ഇൻഷുറൻസ് ഒക്കെ സേഫ് ചെയ്ത് വെച്ചാൽ ഒരു സെക്കൻഡ് ഇൻകം നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എറണാകുളത്ത് വാടകയ്ക്ക് ഇരിക്കുന്നു, ഞാൻ ഒരു വാടക 10,000 റുപ്പീസ് വാടക കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ വാടകയുടെ എമൗണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി എനിക്ക് എടുക്കാൻ പറ്റുമോ, ആ രീതി നമുക്ക് കുറച്ചുകൂടി നോക്കാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി വലിയ ഹെർക്കുലിയൻ ടാസ്ക് ഒന്നുമില്ല. കുറച്ച് ദിവസം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കുറച്ച് ന്യൂസൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പെർഫോം ചെയ്യുന്ന കുറച്ചായിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ റിട്ടേൺ കിട്ടും നോക്കാം. അതിനെന്ത് ചെയ്യും, എന്നിട്ട് പതുക്കെ ആയിട്ട് നമുക്ക് അതിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരാം. പിന്നെ എല്ലാ മാസവും ഞാനിപ്പോൾ ഈ ഒരു മാസം 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അടുത്ത മാസം അറ്റ്ലീസ്റ്റ് ഒരു 6,000 റുപ്പീസോ ഒരു 1,000 രൂപയിലും കൂട്ടിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ലോങ് ടേമിലേക്ക് നമുക്ക് നല്ലതാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ഗോൾ നോക്കേണ്ട ഈ പറഞ്ഞ മാതിരി ഒരു സാധനം ഞാൻ വാങ്ങിച്ചു, അത് എപ്പോൾ വെക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അത് ആരെങ്കിലും കയ്യിലല്ല, എൻ്റെ കയ്യിലുള്ളത്.
ഒരു സാധനം ഞാൻ വാങ്ങിച്ചാൽ എനിക്ക് എപ്പോൾ വേണമെങ്കിൽ വിൽക്കാം, ഇന്ന് വേണമെങ്കിൽ വിൽക്കാം, നാളെ വിൽക്കാം, 2 കൊല്ലം കഴിഞ്ഞും വിൽക്കാം. പക്ഷേ ലോങ് ടൈമിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി നമുക്കൊരു പക്കയായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ചെയ്യാം സ്റ്റോക്കുകൾ. കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് നല്ല നോക്കിയിട്ട് വിട്ടൊഴിവാക്കിയിട്ട് അടുത്ത് കുറച്ചുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പലപ്പോഴും ക്രാഷ് വരുന്ന സമയത്ത് എന്താണ് എപ്പോഴും മാർക്കറ്റ് മുകളിലേക്കല്ല താഴേക്ക് വരും. അപ്പോൾ എന്താ കുറച്ച് നമുക്ക് അഡീഷണൽ വല്ല എമൗണ്ടിന് കുറച്ചുകൂടി ആ സമയത്ത് നമുക്ക് വാങ്ങിച്ചു വെച്ച് അത് നമുക്ക് ആഡ് ഓൺ ആയിട്ട് ഒരു അടുത്ത കൊല്ലത്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിഷ്ണു, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? എത്ര ലോസ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അതാദ്യം കൊണ്ടുവരിക. ആ ലോസിൻ്റെ 30% ട്രേഡിലേക്ക് കൊണ്ടുവരിക, അതിലെ ട്രേഡ് ചെയ്യുക. അല്ലാതെ എല്ലാവരും ചോദിച്ചാൽ എനിക്ക് 10 ലക്ഷം രൂപ ഉണ്ട്, 10 ലക്ഷം രൂപയും കൊണ്ട് ട്രേഡിങ്ങിലേക്ക് വരും. ഞാൻ അവരുടെ പറയുന്ന ഒരു 30% റേഷ്യോ എന്ന റേഷ്യോ എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തെല്ലാം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിൽ ഇപ്പോൾ എത്ര 1 ലക്ഷം രൂപ ഉണ്ട്, 30,000 രൂപയ്ക്കുള്ള F&O ട്രേഡ് കൊണ്ടുവരാൻ പാടില്ല. നിങ്ങളുടെ പോയാലും നിങ്ങളുടെ 30,000 രൂപ പോകുള്ളൂ. സ്റ്റിൽ നിങ്ങൾ സ്ട്രാറ്റജി ചെയ്തു, ഹോളി ഗ്രേയിൽ കിട്ടി, വർക്ക് ചെയ്തോ. ഹോളി ഗ്രേയിൽ വർക്കാവുന്നുണ്ടെങ്കിൽ ഈ 30,000 നിങ്ങൾക്ക് ചിലപ്പോൾ 1 ലക്ഷം രൂപ തരും. പക്ഷേ ആൾക്കാർ എന്ത് ചെയ്യണം, ഈ 1 ലക്ഷം രൂപയും കൊണ്ട് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ ഒരു സ്ട്രാറ്റജി വർക്കാവില്ല. ഒരു സ്ട്രാറ്റജിയും റിട്ടേൺ ഫോർ ദിസ് മച്ച് ഓഫ് മണി അങ്ങനെയല്ല. നമ്മുടെ ഡിസിഷനാണ് ആ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു റൂൾ ബുക്ക് ക്രിയേറ്റ് ചെയ്യുക, ഹൗ മച്ച് യു ക്യാൻ ലൂസ്. ആ ലൂസിൻ്റെ എമൗണ്ടിൻ്റെ 30% മാത്രമേ ട്രേഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 3, 4, 5 മാസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ഫണ്ട് അവിടെ 10-30% ഇരിക്കും. മറ്റത് ഫുള്ള് കൊണ്ടുവരും. ഒരു 5 മാസം 2 മാസം കൊണ്ടൊക്കെ 10 ലക്ഷം പോയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 2-3 മാസം കൊണ്ട് 1.5 കോടി പോയ ഒരാളെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 3 നമ്മുടെ ആ ഈവൻറ്റിന് ശേഷം. പുള്ളി വെച്ച് എൻ്റെ ആകപ്പാടെ 5 ലക്ഷം രൂപ എനിക്ക് മാസം 1.5 ലക്ഷം EMI അടയ്ക്കണം. സാറേ എനിക്ക് ഡെയിലി 5,000 രൂപ വെച്ച് കിട്ടുമോ? ഞാൻ എന്ത് പറയാ? ഞാൻ പറഞ്ഞു ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടാതിരിക്കും, ഞാൻ പൈസ മൊത്തം പോകും. ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു സാർ ആ 5 ലക്ഷം തിരിച്ചുകൊണ്ട് ലോണിലും അടയ്ക്കുക, പ്രിൻസിപ്പളിനെ കുറയ്ക്കുക, വേറെ ഒരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ ഇവരിൽ ആ 1.5 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ 30% റേഷ്യോ വെച്ച് ട്രേഡ് ചെയ്തെങ്കിൽ സ്റ്റിൽ ഒരു 80 ലക്ഷമെങ്കിലും കയ്യിൽ മിച്ചമുണ്ടായിരുന്നു. എനിക്ക് പറ്റിയ പണിയല്ല, ഞാൻ നിർത്താം. 80 ലക്ഷം മിച്ചമുണ്ടല്ലോ. ഇവരങ്ങനെ ആരുടെയൊക്കെ ഡ്രീം കണ്ട് ആരെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കണ്ട് ചാടിക്കയറി വന്നതാണ്. അങ്ങനെ ഇഷ്ടം ആൾക്കാരാണ്. ഞാൻ അവിടെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ലോസ് വയ്ക്കുന്നതിൻ്റെ ഒരു ഫിഗർ വയ്ക്കുക, അതിൻ്റെ 30% ട്രേഡിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ആ റോള് വെച്ച് നോക്ക്, എന്നെ ചീത്ത വിളിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. പ്രോഫിറ്റ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ചീത്ത വിളിക്കില്ല. ഇപ്പോൾ പൊതുവെ ഇപ്പോൾ ആൽഗോ ട്രേഡിംഗ് ആണ് എനിക്ക് തോന്നുന്ന ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ആൽഗോ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും അഭിപ്രായം എന്താണ്? ആൽഗോ ട്രേഡിംഗ് എന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് അറിയാലോ, ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ഗെയിമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞത്. അപ്പോൾ ആൽഗോ ട്രേഡിംഗ് പലപ്പോഴും പലരുടെ ഐഡിയ ഉണ്ടാവും. അതെന്താണ്, അവരൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് അതിനെ എന്താണ് അൽഗോരിതമായിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് അതിനെ പ്ലേസ്മെൻറ്റാണ് ചെയ്യുന്നത്. ഒബിയസ്ലി ആലീസ് ബ്ലൂവിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് നല്ല APIs ഉണ്ട്. നമുക്ക് കൂടുതൽ നല്ല വെൻഡേഴ്സ് എല്ലാം ആലീസ് ബ്ലൂവിൽ API കൊടുത്തിട്ട് നല്ല ആൽഗോ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊരു ഇപ്പോൾ ഒരു സ്ട്രിക്റ്റ്ലി ഒരു റൂൾ വന്നിട്ട് സെബി എക്സ്ചേഞ്ച് വന്നിട്ട്, കാരണം ഈ വരുന്ന ഏപ്രിൽ തൊട്ട് നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യണം. നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ്? 2 ആൽഗോസാണ് വരാൻ പോകുന്നത്, ഒന്ന് ബ്ലാക്ക് ബോക്സും ഒന്ന് വൈറ്റ് ബോക്സും പറഞ്ഞിട്ട്. സോ അത് നമ്മൾ മസ്റ്റായിട്ട് അതിൽ നമ്മൾ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം. അതിന് ആലീസ് ബ്ലൂവിൻ്റെ ഭാഗത്ത് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കും. നമ്മളൊരു മാർക്കറ്റ് പ്രൊഫൈൽ കൊണ്ടുവന്നിട്ട് ഓൺലി ആൽഗോസ് പറഞ്ഞു. ബിക്കോസ് നമ്മുടെ സ്ട്രാറ്റജി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറെ ആരെങ്കിലും ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല എക്സ്പെൻസ് വരും. ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രാറ്റജി നമ്മൾ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം 5 lakhs കൊടുക്കണം, അതിന് സർട്ടിഫിക്കേഷൻ വേണം, അക്കൗണ്ട് ഇതെല്ലാം വേണം. പക്ഷേ ആലിസ് ബ്ലൂ ത്രൂ വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഇവർക്ക് വേണ്ടി ലിസ്റ്റ് നമ്മളൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കിയിട്ട് ഓൺലി ആൽഗോസ് ആണ് അതിൻ്റെ പേര്. ആ സ്ട്രാറ്റജിയും എന്താണ്, അവർക്ക് നമ്മൾ അവർ അപ്രൂവൽ എടുത്തിട്ട് നമ്മൾ അതിൽ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണമെങ്കിൽ അവർക്ക് സബ്സ്ക്രൈബ്. സോ അതിന് ഇഷ്യൂ. പിന്നെ ഈ പറഞ്ഞ ആൽഗോ ട്രേഡിംഗ് പലപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ട്രെൻഡാണ്. പക്ഷേ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പലർക്കും അറിയില്ല എന്താണ് ആൽഗോ ട്രേഡിംഗ് എന്നറിയില്ല. അതുകൊണ്ടാണ് സെബി ഈ റൂൾ കൊണ്ടുവന്നിട്ട് ആലിസ് ബ്ലൂ നമ്മൾ ഓൾറെഡി അതിന് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓൺലി ആൽഗോസിൻ്റെ രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ട്. അൽഗോരിതത്തിൽ വെച്ചാൽ അതൊരു ഇമോഷൻ ഇല്ല. മെഷീൻസ് ആർ ഹാൻഡ്ലിംഗ് ദ മാർക്കറ്റ് എന്ന് പറയുള്ളൂ. ഇപ്പം നമ്മൾ കാലത്ത് സ്ട്രാറ്റജി കൊടുക്കുന്നു, 920 സ്റ്റാർട്ടിൽ അതങ്ങ് ക്ലിക്കാവും, അത് എക്സിറ്റ് ആവും ഇവൻച്വലി. കാരണം വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ 70% ദിവസങ്ങളിൽ മാർക്കറ്റ് ബാലൻസ്ഡ് മാർക്കറ്റാണ്. ബാക്കിയുള്ള 30% മാർക്കറ്റ് മൂവ് ചെയ്യാറുള്ളൂ. ഈ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന ആൾക്കാർ ഈ 70% ഈ 30% ഉണ്ടാക്കുന്ന പൈസയെ കൊണ്ട് 70% കളയും. ഈ ആൽഗോസ് എന്ത് ചെയ്യുന്നു, ഈ 30% പൈസ ലോസ് ആക്കും, പക്ഷേ 70% കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവർ പ്രോഫിറ്റബിലിറ്റി ആവും. സോ അതാണ് ഇമോഷൻസ്. പക്ഷേ അതിന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരിക്കും, നമുക്ക് ടൈം കൺസ്യൂം ആയിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ സെബി കൊണ്ടുവന്ന കുറച്ച് നല്ലതാണ്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ അൽഗോയിനെ കൊണ്ടുവന്നു, ഇഷ്ടംപോലെ ചുമ്മാ ഒരു അൽഗോ അടിച്ചിറക്കുന്നു കൊടുക്കുന്നു. അതിൻ്റെ ബാക്കിലെ സ്ട്രാറ്റജി എന്താണ്, അതിന് എപ്പം ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഈ അൽഗോരിതം ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് ഭയങ്കര ഞാൻ പറയും എപ്പോഴും ഓപ്ഷൻ റൈറ്റേഴ്സിനാണ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയും ഉച്ചയ്ക്ക് ഒരു H പീരീഡ് എന്ന് പറയും 12:45 തൊട്ട് 1:15 സമയം ഏറ്റവും കൂടുതൽ ഓപ്ഷൻ റൈറ്റേഴ്സിന് പണി കിട്ടുന്ന സമയമാണ്. ഈ അൽഗോരിതത്തിൽ ഈ ടൈം മാനേജ്മെൻറ്റും കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗുഡ്. ഞാൻ ഓരോന്നും ചെയ്തു, ഇപ്പം പണിപ്പുരയിലാണ്, അത് സേവിനുണ്ട്. പക്ഷേ നല്ലൊരു ടൈമിനെ ഒരു കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ അവരുടെ സ്ലിപ്പേജസ് കുറയും. സ്ലിപ്പേജസ് അൽഗോരിതത്തിന് ഏറ്റവും വലിയൊരു റിസ്ക്. അത് കുറയുമ്പോൾ പ്രോഫിറ്റബിലിറ്റി വിൽ ഇൻക്രീസ്. കാരണം അത് കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ റഫായിട്ട് നമ്മൾ ഇമോഷൻ വെച്ച് ചെയ്യും. പക്ഷേ സിസ്റ്റം എന്താ ഒരു കറക്റ്റ് ഈ സമയത്ത് എൻട്രി ഉണ്ടാവും, ഇത്ര ട്രേഡ് ഉണ്ടാവും, ഏതിലാണ് വാങ്ങിക്കുന്നത്, അതിൻ്റെ ഒരു അൽഗോരിതൊക്കെ ഉണ്ടായിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് റിസ്ക് കുറയ്ക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോസ് കുറയ്ക്കുകയാണ് അതിൻ്റെ മെയിനായിട്ട് എൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ ക്യാപിറ്റൽ പോകുന്നതിനെ കുറിച്ച് പറയും. ക്യാപിറ്റൽ വരെ പറയും ഡിസ്കേബ്ഡ് ആയി, ഇത്ര ലോട്ടേക്കുള്ളിൽ പോകാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരുപാട് അതിപ്രസംഗങ്ങളായി. അതുകൊണ്ടാണ് ഈ സെബി ഈ പറഞ്ഞ മാതിരി തന്നെ എക്സ്ചേഞ്ച് ആയിട്ട് ഇതിനൊരു ലിമിറ്റേഷൻ വേണം. നല്ലതെന്ന് പറയും. നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ്? പല ആൾക്കാർക്കും പല സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി ആദ്യം നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുക, അതിനെ കറക്റ്റായിട്ട് ഓഡിറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം പോകാമെന്നാണ് അവർ. കാരണം വെച്ചാൽ ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് വരുമ്പോൾ നമ്മളെല്ലാം അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല റെഗുലേഷനാണ്. കാരണം ആൾക്കോ ട്രേഡിങ്ങിൽ പല ആൾക്കാരും ഇപ്പോൾ എന്ത് ചെയ്യാൻ അപ്രൂവലിന് വേണ്ടി വരാൻ തുടങ്ങി. കാരണം സാർ എൻ്റെ സ്ട്രാറ്റജി ഇത് എനിക്ക് ലിസ്റ്റ് ചെയ്യണം, ഈ പറഞ്ഞ തന്നെ ഓൺലി ആൽഗോസിലോ എനിക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നല്ലതാണ്. അപ്പോൾ എന്താ അവിടെ ഒരു കറക്റ്റ് ഓഡിറ്റിംഗ് ഉണ്ടാവും. പിന്നെ ഇത് ഇനിയിപ്പോൾ അത് വന്നിരിക്കും. ഇപ്പോൾ നമ്മുടെ എൻ്റെ സ്ട്രാറ്റജി എനിക്ക് മോഡിഫൈ ചെയ്യണമെങ്കിലും വീണ്ടും ഞാനത് എക്സ്ചേഞ്ചിൻ്റെ അപ്രൂവൽ എടുക്കണം. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യം മുമ്പില്ല. പക്ഷേ ഈ അടുത്ത് ഈ ഫിനാൻഷ്യൽ തൊട്ട് അത് കംപ്ലീറ്റ് ഇപ്പോൾ ഓൾറെഡി ഞാൻ ആൽഗോ റൺ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം എന്താണെന്നുള്ളത് എക്സ്ചേഞ്ചിന് കൊടുക്കണം. ആ സ്ട്രാറ്റജി മോഡിഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇനി ഞാൻ അതിന് അപ്രൂവൽ എടുക്കണം. പക്ഷെ അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു സെഷൻ ട്രേഡ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മുടെ ടേണിംഗ് പോയിൻ്റ് ആയിട്ടും നമ്മുടെ പ്രേക്ഷകരായിട്ടും പങ്കുവച്ചതിൽ ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ടേണിംഗ് പോയിന്റും അതേപോലെ തന്നെ സുജീഷിനും ബാക്കിയുള്ളവർക്കും. കാരണം ഇങ്ങനത്തെ ചർച്ചകൾ വന്നാൽ മാത്രമേ നമ്മൾ കൂടുതലും ഈ പറഞ്ഞ മാതിരി അവയർനെസ് ആണ് കൊടുക്കുന്നത്. അത് നമ്മളൊന്നും അവയർനെസ് സ്പ്രെഡ് ആവാൻ തുടങ്ങി ഈ ഫിനാൻഷ്യൽ ഈ പറഞ്ഞ മാതിരി തന്നെ എഡ്യൂക്കേഷൻ, ഫിനാൻഷ്യൽ ലിറ്ററസി ആൾക്കാർക്ക് കിട്ടുള്ളൂ. സോ വൺസ് അഗൈൻ താങ്ക് യു ടു വിഷ്ണു ആൻഡ് സുജീഷ്. താങ്ക് യു സുജീഷ് ഫോർ ടേണിംഗ് പോയിന്റിന് വിളിച്ചതിന് നന്ദി. കാരണം നമുക്കൊരു അലൻജി പറഞ്ഞ പോലെ അവയർനെസ് ഈസ് ആൾവേസ് ഫസ്റ്റ്. ഇപ്പോൾ ഇഷ്ടംപോലെ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ജനങ്ങൾക്ക് കുറച്ചെന്തെങ്കിലും അറിയാം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇതിൽ വിവരം കിട്ടുമോ. നല്ലതായ ഒരു ഇനിഷ്യേറ്റീവ്, നല്ലതാണ്. ഇനി അത് തുടർന്ന് പോട്ടെ ഞാൻ ആശംസിക്കുന്നു.